നമസ്കാരം. ഗിൽഗാൽ മീഡിയ ഇൻ അസോസിയേഷൻ വിത്ത് ഗിൽഗാൽ ചർച്ച് ഓഫ് ഗോഡ് ദോഹ, ഖത്തർ. ജീവിതം പറയുമ്പോൾ പ്രോഗ്രാമിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ലോകം എമ്പാടുമുള്ള എല്ലാ നല്ല കാഴ്ചക്കാർക്കും കേൾവിക്കാർക്കും ഹൃദ്യമായ സ്വാഗതം. ഒക്ടോബർ മാസം 20 ലോകം അറിഞ്ഞ ഒരു വാർത്തയുണ്ടായിരുന്നു. ക്യാൻസർ എന്ന മാരക രോഗത്താൽ ലോകത്തുനിന്നും മാറ്റപ്പെട്ട, എന്നാൽ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടി ജീവിതാവസാനം വരെയും ജീവിച്ച ഒരു ദൈവഭൃത്യയുടെ മരണവാർത്ത. അത് മറ്റാരുമല്ല, സിസ്റ്റർ വിജി ജോസഫ്. എന്നോടൊപ്പം ഇപ്പോൾ നിങ്ങളെ അഭിസംബോധന ചെയ്യാൻ വേണ്ടി, അനുഭവങ്ങൾ പങ്കുവയ്ക്കാൻ വേണ്ടി എന്നോടൊപ്പം ആയിരിക്കുന്ന പാസ്റ്റർ ജോജു അഥവാ ജോസഫ് ജോയിയുടെ സഹധർമ്മിണി. പ്രേക്ഷകർക്കായി അല്പം കൂടി പരിചയപ്പെടുത്തൽ ആവശ്യമാണെന്ന് തോന്നുന്നു. ഞാൻ ഒരു വാക്കിൽ വിശേഷണം കൂടി പരിചയപ്പെടുത്താം. അത് മറ്റാരുമല്ല, ലോക സുവിശേഷ വേദികൾക്ക്, പ്രഭാഷണ വേദികൾക്ക് വളരെ പരിചയമുള്ള പ്രേക്ഷിത പ്രവർത്തകൻ, ഒട്ടനവധി വിശേഷങ്ങൾ നൽകാൻ കഴിയുന്ന, നാം ഏറെ സ്നേഹിക്കുന്ന, ആദരിക്കുന്ന പാസ്റ്റർ ബാബു ചെറിയാൻ്റെ സഹധർമ്മിണിയുടെ സഹോദരിയാണ് സിസ്റ്റർ വിജി. തൻ്റെ ഗാനങ്ങൾ, തൻ്റെ അനുഭവങ്ങൾ കർത്താവ് ദാസൻ്റെ വാക്കുകളൊക്കെ ലോകം മുഴുവൻ ഏറ്റെടുത്തു, അവരുടെ വാക്കുകളായിട്ടും ആശ്വാസമായിട്ടും. എന്നാൽ നമുക്കിനിയും കൂടുതലായി അറിയേണ്ടതായിട്ടുണ്ട്, നമുക്കിനിയും ധാരാളം പങ്കുവെക്കേണ്ടതായിട്ടുണ്ട്. ജീവിതം പറയുമ്പോൾ എന്ന ഈ പ്രോഗ്രാമിൽ അവർ ജീവിതാനുഭവങ്ങൾ പങ്കുവെക്കുകയാണ്. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഒരു വലിയ അനുഗ്രഹമാകും എന്ന പ്രതീക്ഷയോടും വിശ്വാസത്തോടും കൂടി ഞങ്ങൾ ആരംഭിക്കുന്നു. വളരെ സന്തോഷം. ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം. താങ്ക് യു. ലോകമെമ്പാടുമുള്ള ക്രൈസ്തവർ, പ്രത്യേകിച്ച് വേർപെട്ട സമൂഹം ഒന്നടങ്കം പ്രാർത്ഥിക്കുകയും ശ്രദ്ധാപൂർവം വീക്ഷിക്കുകയും അതിലുപരി സ്വയം അവർ ആശ്വസിക്കുകയും മറ്റുള്ളവർക്ക് ആശ്വാസമായി പങ്കുവയ്ക്കുകയും ചെയ്ത ജീവിതമായിരുന്നു. ഞാൻ ഏറെ സ്നേഹത്തോടെ വിളിക്കട്ടെ ജോജു പാസ്റ്റർ. താങ്ക് യു. ജോസഫ് ജോയ് എന്ന പേരിൽ അറിയപ്പെടുന്ന പാസ്റ്റർ ജോജു പാസ്റ്ററുടെ ലൈഫും, ഒപ്പം സഹധർമ്മിണി വിജി ജോസഫ്, കർത്താവ് ദാസിയുടെ ജീവിതാനുഭവങ്ങളും ഗാനങ്ങളുമൊക്കെ ഇന്നും പ്രത്യേകിച്ച് ഈ പരിതസ്ഥിതിയിൽ, ലോക്ക്ഡൗൺ പീരീഡിൽ പല ആളുകൾ, ലോകമെമ്പാടുമുള്ള വേർപെട്ട സമൂഹങ്ങൾ, ക്രൈസ്തവ ആളുകൾ, അക്രൈസ്തവരായ ആളുകൾ പോലും ആ പാട്ടുകൾ കേൾക്കുകയും പലർക്കും ഷെയർ ചെയ്യുകയും പാസ്റ്ററുടെ സന്ദേശങ്ങൾ, വാക്കുകൾ വളരെ ആശ്വാസമായി എന്നും ഏറ്റെടുക്കുകയും ചെയ്തുകൊണ്ടാണ് നമ്മൾ ഈ പ്രോഗ്രാം ഇങ്ങനെ, ഈ പ്രത്യേക പരിസ്ഥിതിയാണെങ്കിൽ പോലും നമ്മൾ ചെയ്യുന്നത്. ഒക്ടോബർ മാസം 20 കർത്താവ് ദാസി സിസ്റ്റർ വിജി ജോസഫ് ലോകത്തുനിന്നും വേർപിരിഞ്ഞു. താൻ പ്രിയം വെച്ച കർത്താവിലേക്ക് വാങ്ങി. 24 ഫ്യൂണറൽ സർവീസ്. അന്ന് വളരെ വികാരനിർഭരമായിരിക്കുന്ന ഒരുപക്ഷെ നമുക്ക് ദുഃഖം മനസ്സിലുണ്ടെങ്കിലും അതിൽ മേൽ കവിയുന്ന പ്രത്യാശയുടെ വാക്കുമായി ആ ചാരത്തിലെന്ന് കർത്താവദാസൻ പറഞ്ഞ വാക്കുകൾ ഞാൻ ഓർക്കുന്നുണ്ട്. അക്ഷരികമായി ആ സാന്നിധ്യം ഞാൻ അവിടെ ഇല്ലായിരുന്നെങ്കിൽ പോലും പിന്നീട് ഷെയർ ചെയ്യപ്പെട്ട ആ ലൈവിൽ ഞാൻ കാണുകയുണ്ടായി. നാം ആ ഭാഗത്തേക്കൊക്കെ കടന്നു വരികയാണ്. എന്നാൽ അതിനു മുമ്പ് കർത്താവദാസൻ ആരാണ്, നിങ്ങളുടെ ജീവിതത്തിൽ സംഭവിച്ചിട്ടുള്ള ദുരന്തം എന്ന് നമ്മൾ പറയുന്നില്ല, നമ്മൾ നിമിത്തമൊന്നും പറയുന്നില്ല, ദൈവനിശ്ചയങ്ങളാണല്ല. നിശ്ചയങ്ങൾ എന്തായിരുന്നു, എന്താണ് സംഭവിച്ചത് എന്ന് ലോകത്തിന് അറിയാൻ താല്പര്യമുണ്ട്. കേവലം ഈ ഗാനങ്ങളിലൂടെയും കർത്താവദാസിൻ്റെ വാക്കിലൂടെയും ഒക്കെ ആളുകൾ ഏറ്റെടുത്ത നിങ്ങളുടെ ജീവിതം ശരിയായി ഒന്ന് പറയാനുള്ള അവസരമാണ് ഗിൽഗാൽ മീഡിയ ജീവിതം പറയുമ്പോൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ ഒരുക്കിയിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് ആരംഭിക്കാം നമ്മുടെ ഈ സൗഹൃദ സംഭാഷണം. ഒരുപക്ഷേ ആദ്യം ദിവസം ആയിട്ടില്ല കർത്താവദാസിയുടെ വേർപാട്. ആ അടുത്ത ദിവസങ്ങളിലാണ് നമ്മൾ ഈ ജീവിതം ഒന്നുകൂടി ഓർത്തെടുക്കുന്നത്. പ്രത്യാശയോടുകൂടി തന്നെ നമുക്ക് ഓർക്കാം, ലോകത്തിന് വേണ്ടി പങ്കുവയ്ക്കാം. നമുക്ക് ആ കാര്യങ്ങളൊക്കെ പിന്നീട് നമുക്ക് പങ്കുവയ്ക്കാം. ആദ്യമായിട്ട് കർത്താവ് ദാസൻ പക്ഷേ ജോജു പാസ്റ്ററുടെ ജീവിതത്തെക്കുറിച്ച് നമുക്ക് പറയാം. ബാല്യത്തെക്കുറിച്ചും പിതാവിനെയും മാതാവിനെയും ഒക്കെ ഒന്ന് പരിചയപ്പെടാം. ദയവായി പറഞ്ഞാട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഞാൻ എൻ്റെ ജീവിതം പുറകോട്ട് ചിന്തിക്കുമ്പോൾ എനിക്ക് ഇത്രയും പറയാനുള്ളൂ. ദൈവം എന്നെ മുന്നമേ കണ്ടു. അവനെല്ലാം
കറക്റ്റായിട്ടാണ് ജീവിതത്തിലെല്ലാം ചെയ്തിരിക്കുന്നത്. ഒന്നും സംഭവിക്കുമ്പോഴൊന്നും നമുക്ക് മനസ്സിലാവില്ല ഇതെന്തിന് എന്നൊക്കെ നമ്മൾ മനസ്സിലാവില്ല. പക്ഷേ പിന്നീടാണ് നമുക്ക് മനസ്സിലാകുന്നത് അതിൻ്റെ പിമ്പിൽ ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാൻ സാധിക്കുന്നു. ഞാൻ ഏറ്റവും പുറകിലോട്ട് പോയാൽ എനിക്ക് നല്ല ഒരു ഫാമിലി ബാക്ക്ഗ്രൗണ്ട് കിട്ടിയിട്ടുണ്ട്. അപ്പച്ചൻ്റെ അമ്മച്ചിയുടെ കയറി അപ്പോൾ ഫാമിലി ബാക്ക്ഗ്രൗണ്ട് എന്ന് പറയുമ്പോൾ ഞാൻ മൂന്നാം തലമുറയാണ്. പെന്തക്കോസ്തിൻ്റെ മൂന്നാം തലമുറക്കാരനാണ്. എൻ്റെ ഗ്രാൻഡ് ഫാദേഴ്സ് രണ്ട് വീട്ടിലും വളരെയധികം വില കൊടുത്തിട്ടുള്ള വിശ്വാസത്തിന് വേണ്ടി. എൻ്റെ ഫാദറിൻ്റെ ഗ്രാൻഡ് ഫാദർ അവർ തിരുവല്ല കുറ്റൂരിലാണ്, കിണറ്റുകാല പുത്തൻപുരക്കൽ വീട്. ഗ്രാൻഡ് ഫാദറിൻ്റെ പേര് കുറ്റൂർ കുട്ടിയച്ചൻ. കല്ലിശ്ശേരി സഭ ആരംഭിക്കുന്നത് IPC കല്ലിശ്ശേരി സഭ ആരംഭിക്കുന്നത് ഞങ്ങളുടെ വീട്ടിലാണ്. അവിടുന്നാണ് പിന്നെ കല്ലിശ്ശേരിയിലേക്ക് പിന്നീട് അത് മാറിയത്. അപ്പോൾ അതിൻ്റെ പ്രാരംഭഘട്ടത്തിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറും കുറ്റൂർ കുട്ടിയച്ചനും ഭക്തൻ കുട്ടിയച്ചൻ എല്ലാവരും തന്നെ ഉണ്ടായിരുന്നു. 5 കുട്ടിയച്ചന്മാരുടെ സഭയെന്നാണ് IPC സഭ അറിയപ്പെട്ടത്. അവരാണ് വില കൊടുത്തത്, സ്ഥാപിച്ചത് അല്ലേ? അപ്പോൾ അങ്ങനെ അതിൻ്റെ പിമ്പിൽ എൻ്റെ ഗ്രാൻഡ് ഫാദറിനും ഒത്തിരി വില കൊടുക്കേണ്ടി വന്നായിരുന്നു. അതിൻ്റെ കുടുംബവും അതിനുവേണ്ടി സഫർ ചെയ്യേണ്ടി വന്നായിരുന്നു. ഞാൻ അതിലേക്കൊന്നും പോകുന്നില്ല. എൻ്റെ അമ്മ വീട്ടിൽ നോക്കിക്കഴിഞ്ഞാൽ എൻ്റെ ഗ്രാൻഡ് ഫാദർ PV പാപ്പു എന്നായിരുന്നു പേര്. എറണാകുളം ഡിസ്ട്രിക്റ്റിലെ ഒരു ആദ്യത്തെ വിശ്വാസി എന്ന് പറയാം. ഞാറക്കൽ എറണാകുളമാണ്. വൈപ്പിങ്കരയിൽ ഞാറക്കലായിരുന്നു. അപ്പോൾ അന്ന് വിശ്വാസത്തിൽ വന്നതിൻ്റെ പേരിൽ വീട് വിട്ടുപോകേണ്ടി വന്നു, വരാന്തയിൽ കിടക്കേണ്ടി വന്നു. അങ്ങനെ ഒത്തിരി കഷ്ടം സഹിച്ചതാണ്. വില കൊടുത്ത ആളാണ്. നമ്മുടെ പെന്തിക്കോസ് ചരിത്രത്തിൽ ഇവരുടെ എല്ലാവരുടെയും പേര് എഴുതപ്പെട്ടിട്ടുണ്ട്. ശരി. അപ്പോൾ ഒരു ഇതിനു മുമ്പ് ഏത് വിശ്വാസത്തിലായിരുന്നു ഇവർ? എൻ്റെ അമ്മയുടെ സൈഡ് അവർ കാത്തലിക്കായിരുന്നു. അപ്പച്ചൻ്റെ ഐ തിങ്ക് ജാക്കോബൈറ്റ്സ്. അപ്പോൾ ഒരു പരമ്പരാഗതമായ പാരമ്പര്യ ക്രൈസ്തവ വിശ്വാസത്തിൽ നിന്നും മാറി ഒരു പെന്തക്കോസ് ആശയത്തിലേക്ക് വന്നപ്പോൾ ഈ കുടുംബങ്ങളൊക്കെ, ഈ പറയപ്പെട്ട ആളുകളൊക്കെ ഒരുപാട് വില കൊടുക്കുകയും പിന്നീട് ശക്തമായി പെന്തക്കോസ് ആശയങ്ങൾക്ക് വേണ്ടി സഭാ പ്രേക്ഷിത പ്രവർത്തനങ്ങളിൽ സജീവ സാന്നിധ്യമായവർ മാറി അല്ലേ? അതെ. എവിടെയാണ് പഠനമൊക്കെ? എവിടെയായിരുന്നു? എൻ്റെ ഫാദർ ദുർഗാപൂർ സ്റ്റീൽ പ്ലാന്റിൽ ജോലി ചെയ്യുകയായിരുന്നു. കൽക്കട്ട അല്ല, ദുർഗാപൂറാണ്. അത് വെസ്റ്റ് ബംഗാളിൽ തന്നെയാണ്. കൽക്കട്ടയിൽ നിന്ന് കുറച്ചുകൂടെ മാറിയാണ്. അപ്പോൾ ദുർഗാപൂരിലാണ് അവിടെ ജോലി ചെയ്തത്. ജനിച്ചു വളർന്നതൊക്കെ അവിടെയാണോ? അവിടെയാണ് ജനിച്ചതും വളർന്നതും. 12ാം ക്ലാസ് വരെ ഞാൻ അവിടെ പഠിച്ചു. പിന്നീട് കോളേജ് വിദ്യാഭ്യാസം? പിന്നീട് കോളേജ് എഞ്ചിനീയറിംഗ് ചെയ്തു. അത് ചെന്നൈയിലാണ് ചെയ്തത്. അപ്പോൾ അവിടെ താമസിച്ചുകൊണ്ട് ഒരു ഗുണം സംഭവിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്ന്, എൻ്റെ ബാക്ക്ഗ്രൗണ്ട് ആത്മീയമായിട്ടുള്ള ഇതിലുമൊക്കെ എൻ്റെ ഫാദർ വീട്ടിലൊരു സൺഡേ സ്കൂൾ നടത്തുമായിരുന്നു. അതെല്ലാ സഭക്കാരുടെയും മക്കളൊക്കെ വരുമായിരുന്നു. ആ ദുർഗാപൂരിൽ തന്നെ ഒരു ഫേമസ് ഒരു സൺഡേ സ്കൂളാണ്. അതായത് അപ്പച്ചൻ ഒരു സുവിശേഷക ആത്മാവുള്ള വ്യക്തിയായിരുന്നു. നിങ്ങളെ ഭാവി തലമുറയെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി ആക്കണം, അല്ലെങ്കിൽ കർത്താവിനെ അറിയണമെന്നുള്ള ആഗ്രഹം കൊണ്ടാണ് ആരംഭിച്ചത് അല്ലേ? പിന്നെ എൻ്റെ ഫാദർ എടുക്കുന്ന ബൈബിൾ ക്ലാസ്സാണ് എൻ്റെ സൺഡേ സ്കൂളിൽ പഠിപ്പിച്ചതിൻ്റെ എൻ്റെ ബേസ്. അത് ശരി. അപ്പം കുടുംബത്തിൽ തന്നെ ഒരു ആത്മീയ പശ്ചാത്തലം, പ്രത്യേകിച്ച് സുവിശേഷം പങ്കുവയ്ക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്ന ഒരു പശ്ചാത്തലം ഉണ്ട്. അതെ. അപ്പോൾ അതുകൊണ്ട് ആണ് പറഞ്ഞത്, ഞാൻ വാസ് ബ്ലെസ്ഡ് ടു ഹാവ് എ ഗുഡ് ഫാമിലി. അതുകൊണ്ട് അവിടെ ദുർഗാപൂരിൽ വളർന്നുകൊണ്ട് എനിക്ക് പല ലാംഗ്വേജ് പഠിക്കാൻ പറ്റി.
ബംഗാളി, ഹിന്ദി ഇതെല്ലാം പഠിക്കാൻ ഇംഗ്ലീഷ്, പറ്റും. മലയാളം, നാലഞ്ച് ലാംഗ്വേജ് കൈകാര്യം ചെയ്യും. അപ്പോൾ ഇതും ദൈവത്തിൻ്റെ ഒരു ഉദ്ദേശമായിരുന്നു. ഓ, കാരണം പിന്നീടാണ് ആ ലാംഗ്വേജിലൊക്കെ ശുശ്രൂഷിച്ചേണ്ടി വന്നേ. ഓ, അത് ശരി. നമ്മൾ അന്നൊന്നും ചിന്തിക്കുന്നില്ല ദൈവം എന്തിനാ ഈ ലാംഗ്വേജ് തന്നതെന്നും നമ്മളെ അവിടെ എന്തിനാ ജനിപ്പിച്ചതെന്നും വളർത്തിയെന്നൊന്നും നമുക്ക് അന്ന് മനസ്സിലാകുന്നില്ല. എന്നാൽ പിന്നീടാണ് മനസ്സിലാകുന്നത്, അന്ന് അവിടെ ജനിച്ചതുകൊണ്ടും വളർന്നതുകൊണ്ടും ആ ബാക്ക്ഗ്രൗണ്ടും കൊണ്ട് എനിക്ക് എന്താ ബെനിഫിറ്റ് ഉണ്ടായെന്ന് അത് പിന്നീടാണ് മനസ്സിലാകുന്നത്. അപ്പോൾ അതാ പറഞ്ഞ ദൈവത്തിന് എല്ലാത്തിനും ഒരു ഉദ്ദേശമുണ്ട്, ഒരു നിശ്ചയമുണ്ട്. നമ്മളെക്കുറിച്ച് കൃത്യമായ ഒരു പ്ലാനും പദ്ധതിയും ദൈവത്തിനുണ്ട്. അതെ. എന്നാൽ ഞാൻ 10ാം ക്ലാസ് പഠിക്കുമ്പോൾ തൊട്ട് ഞാൻ കുറേ ബാക്ക് സ്ലൈഡ് ചെയ്തു. അപ്പോൾ ഞാൻ പിന്നെ ചിന്തിക്കാൻ തുടങ്ങി, ഒരു റെബലായി. ഡാഡി ഇത്രയും സത്യവും പറഞ്ഞ് വചനവും പഠിപ്പിച്ച് നിന്നിട്ട് എന്നാ പ്രയോജനം ഉണ്ടായത്? ഒരു കമ്പനി ക്വാർട്ടറിലാണ് താമസിക്കുന്നത്, ഉണ്ടാക്കാൻ കഴിഞ്ഞില്ല. പിന്നെ ഒത്തിരി പ്രൊമോഷൻസൊക്കെ കിട്ടാതെ പോയി. കാരണം യൂണിയൻ ചെയ്യൂല. അപ്പം യൂണിയൻ ചെയ്യാത്തതുകൊണ്ട് യൂണിയനിൽ കൂടെ പ്രൊമോഷൻ മേടിച്ച ആൾക്കാർ മുന്നോട്ട് പോകുന്നു. ഡാഡിക്ക് കിട്ടുന്നില്ല. അപ്പം ഇതൊക്കെ കണ്ടിട്ട് ശരിക്കും ഡാഡി അപ്പച്ചൻ ഒരു ബൈബിൾ സത്യവിശ്വാസി ആയതുകൊണ്ടും കർത്താവിന് വേണ്ടി നിന്ന വ്യക്തി ആയതുകൊണ്ട് അന്യായമായിട്ട് ഒരു മാർഗവും സ്വീകരിക്കാൻ തയ്യാറായില്ല എന്നുള്ളതാണ് വാസ്തവം. അതുകൊണ്ട് തന്നെ പല അവസരങ്ങൾ നഷ്ടപ്പെടുന്നു, നമുക്ക് ഭൗതികമായി തകർച്ച ഉണ്ടാകുന്നു. ആ സമയത്താണ് ഈ ഭൗതികതയിൽ അടിസ്ഥാനപ്പെട്ട ഒരു ചിന്ത, എന്തുകൊണ്ടാണ് ഇതൊക്കെ സംഭവിക്കുന്നത് അല്ലേ? അപ്പോൾ ഞാനൊരു തീരുമാനമെടുത്തു, ഈ ലോകത്തിൽ വസിക്കണമെങ്കിൽ ലോകത്തിൻ്റെ നിയമം അനുസരിച്ചിട്ട് ജീവിക്കണം. അതുകൊണ്ട് ഞാൻ തീരുമാനം, ഞാൻ ഈ മാർഗത്തിലൊന്നും പോകുന്നില്ല, ഞാൻ ലോകത്തിൻ്റെ നിയമം അനുസരിച്ച് ജീവിക്കും. അങ്ങനെ ഞാൻ അങ്ങ് ഫുള്ളായിട്ട് പോയില്ലെങ്കിലും ഈ വചനം ഉള്ളിൽ കിടക്കുന്നതുകൊണ്ട് നമുക്ക് പൂർണ്ണമായിട്ട് പോകാൻ പറ്റുന്നില്ല എങ്കിലും നമ്മുടെ ജീവിതം കുറേ വഷളായി. ഞാൻ രക്ഷിക്കപ്പെടുന്നതും സ്നാനപ്പെടുന്നതും 26ാമത്തെ വയസ്സിലാണ്. ഓ, അത് ശരി. ഇത്രയും വചനമൊക്കെ പഠിച്ചിട്ടും ഇത്രയും ഒരു നല്ല പാരമ്പര്യം ഉണ്ടായിട്ടും നമ്മൾ രക്ഷിക്കപ്പെടുന്നതും സ്നാനപ്പെടുന്നതും 26ാമത്തെ വയസ്സിലാണ്. അത് ശരി. അതുവരെയും ചിന്തയായിട്ട് മുൻപോട്ട് പോവുകയായിരുന്നു. എന്നിട്ട് ഞാൻ പഠിച്ചു. എഞ്ചിനീയറിംഗ് കഴിഞ്ഞതിന് ശേഷം ജബൽപൂരിൽ 4 വർഷം ജോലിയായിരുന്നു. ഡാഡി ഇവിടുന്ന് ചർച്ചിൽ പാസ്റ്ററിനെ വിളിച്ചു പറഞ്ഞു, എൻ്റെ മോനുണ്ട്, പാസ്റ്റർ എന്നെ അന്വേഷിച്ചൊക്കെ വരും, പക്ഷെ ഞാൻ ചർച്ചിൽ പോവില്ല. നമ്മൾ മുങ്ങോടുന്നു. അത് ശരി. ഞാൻ ഓർക്കുന്നു, ഒരു പ്രാവശ്യം അവിടെ IPC ചർച്ചിൽ പോയായിരുന്നു. അപ്പോൾ ഈ പോയിരുന്നത് അവസാനമൊക്കെയാണ് പോയത്. അപ്പോൾ പോയി കഴിഞ്ഞപ്പോൾ മീറ്റിംഗ് സ്റ്റാർട്ടായി കഴിഞ്ഞിട്ടാണ് കയറുന്നത്. പിന്നെ മീറ്റിംഗ് തീരുന്നതിന് മുമ്പേ ഇറങ്ങിപ്പോരും. കാരണം ആരോടും സംസാരിക്കണ്ട. കാരണം സംസാരിച്ചാൽ ചോദ്യങ്ങൾ വരും. പിന്നെ നമുക്ക് തന്നെ അറിയാം നമ്മൾ ശരിയല്ലെന്ന്. നമ്മൾ ശരിയല്ലെന്ന് നമുക്കറിയാം, പക്ഷെ നമ്മളെ മാറ്റാനുള്ള താല്പര്യവും ഇല്ല. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ നേരിടാൻ നമുക്ക് മനസ്സില്ല. അതുകൊണ്ട് പോയില്ല. അപ്പം അന്ന് ഞാൻ കയറി മീറ്റിങ്ങിൽ നിന്ന് ഇറങ്ങാൻ പോയപ്പോഴത്തേനും ഒരു അച്ചായൻ നിർത്തിയേച്ചും ചോദിച്ചു, എന്നാ പേര്? ഞാൻ പറഞ്ഞു, ഇതാ പേര്. അപ്പോൾ ഉടനെ പറഞ്ഞു, ഇവിടെ ജബൽപൂരിൽ വന്നിട്ട് എത്ര ആളായി? ഞാൻ പറഞ്ഞു, 3 വർഷമായി. എന്നിട്ട് ഇവിടെ ഒന്നും കണ്ടില്ലല്ലോ. അപ്പം എൻ്റെ മനസ്സിൽ തോന്നി പറയാൻ, ഇപ്പോഴെങ്കിലും കണ്ടല്ലോ. പക്ഷെ അതൊന്നും മിണ്ടാതെ ഞാൻ എങ്ങനെയും തെന്നി ഇറങ്ങിപ്പോയി. പിന്നെ അങ്ങോട്ട് പോയില്ല. പിന്നെ അവിടുത്തെ AG ചർച്ചിൽ പോകുമായിരുന്നു. ഹിന്ദി സർവീസായിരുന്നു. എന്നാൽ അവിടുത്തെ സൗകര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഈ ചോദ്യമില്ല. തിരിച്ചു പോരുക. കഴിഞ്ഞ് കഴിയുമ്പോഴത്തേനും നമുക്ക് കൈ തരും പാസ്റ്റർ വന്ന്, അത്രേ ഉള്ളൂ. അപ്പം നമ്മളൊരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ നമുക്ക് ഫേസ് ചെയ്യേണ്ടി വരുന്നില്ല. നമ്മുടെ ഐഡൻറ്റിറ്റി വെളിപ്പെടുത്തുകയും വേണ്ട. അപ്പം അങ്ങനെ അവിടെ പോയി ഇടയ്ക്ക് പോവും, ചിലപ്പോൾ പോവില്ല, അങ്ങനെയൊക്കെയാണ്. എന്നാൽ ഒരു ദിവസം അവിടെ നിൽക്കുമ്പോൾ, അതിന് മുമ്പ് അവരുടെ ഒരു ക്യാമ്പും ഒക്കെ നടന്നായിരുന്നു. നല്ല ആത്മീയ ഉണർവൊക്കെ നടന്നു. അപ്പം സഭയിൽ പ്രവചനവും ഇതൊക്കെ നടക്കുക. 2 പിള്ളേർ
താൽക്കാലികമായിട്ട് അവരുടെ കാഴ്ച പോയി. ഓ അത് ശരി. ടെമ്പററി ആ ആ ആ എന്നുവെച്ചാൽ ആ സമയത്ത് അവരുടെ കാഴ്ച പോയി. എന്നിട്ട് ഒരാൾ പുറകിൽ നിന്ന് നടന്നു വന്ന് മുന്നേ വന്നിട്ട് വേറൊരാളുടെ കൈ പിടിച്ചു. പിള്ളേരാ, അവൻ്റെ കാഴ്ച പോയിട്ട് രണ്ടുപേരും കൂടെ തപ്പി സ്റ്റേജിൽ കയറി. എന്നിട്ട് സ്റ്റേജിൽ നിന്നുകൊണ്ട് അവർ ഓരോരുത്തരുടെ കാര്യങ്ങൾ വിളിച്ച് പറയുകയാണ്. നിൻ്റെ ജീവിതത്തിൽ ഈ ക്രമീകരണം ചെയ്യണം, മറ്റേ ക്രമീകരണം ചെയ്യണം എന്നൊക്കെ വിളിച്ച് പറയാം. ഞാനൊരു കോർണറിൽ ഞാൻ അവിടെ നിൽക്കുക. ഞാൻ ദൈവത്തോട് പറഞ്ഞു, ദൈവമേ ഇതുമായിട്ട് എനിക്കൊരു ബന്ധമില്ലല്ലോ, അതവിടെ നടക്കട്ടെ, ഞാനിവിടെ നിൽക്കുന്നു, നമ്മുടെ കാര്യമല്ല, നമുക്ക് ബാധ്യതയില്ല, നമ്മുടെ ഇതുമായിട്ടൊരു ബന്ധമില്ല. അപ്പോഴാണ് ദൈവം എന്നോട് സംസാരിക്കുന്നത്. എന്ന് വെച്ച് കഴിഞ്ഞാൽ അവരിൽ കൂടെ അല്ല, നമ്മൾ വ്യക്തിപരമായി സംസാരിക്കും. വ്യക്തിപരമായിട്ട് എന്നോട് സംസാരിച്ചത്. ദൈവം പറഞ്ഞു, നീ എന്നെ വിട്ട് ഓടിപ്പോയിക്കൊണ്ടിരിക്കുക. ഐ ലവ് യു, ഞാൻ നിന്നെ വിട്ടിട്ടില്ല, പക്ഷെ നീ എന്നിൽ നിന്ന് ഓടിക്കൊണ്ടിരിക്കുക. വൈ? അടുത്ത ചോദ്യം, നീ എന്നിൽ നിന്ന് ഓടിയിട്ട് നിനക്ക് എന്ത് നേട്ടമുണ്ടായി? മൂന്നാമത്തെ ചോദ്യം, വൈ ഡോണ്ട് യു ഗീവ് യുവർ ഹാൻഡ് ടു മൈ ഹാൻഡ്? വൈ കാൺട്ട് വി വാക്ക് ടുഗദർ? നിൻ്റെ കൈ എന്തുകൊണ്ട് എൻ്റെ കൈ തരുന്നില്ല? നമുക്കെന്തുകൊണ്ട് ഒരുമിച്ച് നടക്കാൻ പറ്റുന്നില്ല? നടക്കാൻ നടന്നുകൂടാ? നടന്നുകൂടാ. ആ ഒരു സ്നേഹത്തിൻ്റെ ആ ഒരു സ്വരത്തിൻ്റെ മുമ്പിൽ നമുക്ക് അന്നേരം എന്തെങ്കിലും ഒരു ചോദ്യം തിരിച്ചു ചോദിക്കാൻ പറ്റിയിരുന്നു? ഒന്നുമില്ല. നമ്മൾ മിണ്ടാതിരിക്കുക. ആ ചോദ്യത്തിന് മറുപടിയില്ല, മറുപടിയില്ല. കുറച്ച് നേരം കഴിഞ്ഞിട്ട് അതിന് മുമ്പ് ഞാൻ പറഞ്ഞായിരുന്നു, കർത്താവേ എനിക്കറിയാം ഞാൻ പാപിയാണ്, പക്ഷെ ഞാൻ ക്ഷമ ചോദിക്കുന്നില്ല. കാരണം ഇവിടുന്ന് ഇറങ്ങിയിട്ട് പിന്നെ ഞാൻ അത് തന്നെ ചെയ്യും, പിന്നെ പാപം ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് വീണ്ടും ഒരു ക്ഷമ ചോദിക്കാൻ ആവശ്യമില്ല. അതുകൊണ്ട് ഞാൻ ഇപ്പം ക്ഷമ ചോദിക്കാൻ പോകുന്നില്ല. ഏതെങ്കിലും കാലത്ത് ഞാൻ വിടാൻ പറ്റിയാൽ ഞാൻ വന്ന് ചോദിച്ചോളാം. അത് ശരി. അത് കഴിഞ്ഞപ്പോഴാണ് ദൈവം ഈ കാര്യം പറയുന്നത്. ശരി. അപ്പോൾ ഒരു 25-26 വയസ്സ് പറഞ്ഞ സമയത്ത് അല്ലേ? 26 വയസ്സ്, 93. ഓക്കെ, ശരി. 93 കർത്താവ് പറഞ്ഞു, വൈ കാൺട്ട് വി വാക്ക് ടുഗദർ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴത്തേന് ഞാൻ കുറച്ച് നേരം മിണ്ടാതെ ഒരു ആൻസറും ഇല്ല. ആ സ്നേഹത്തിൻ്റെ മുമ്പിൽ ഞാൻ തലകുനിച്ചു, സറണ്ടർ ചെയ്തു. ഞാൻ പറഞ്ഞു, കർത്താവേ ഇതാ ഞാൻ എൻ്റെ കൈ നിൻ്റെ കൈ തരും. എൻ്റെ ജീവിതം അതിൻ്റെ മുമ്പിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദുർഗാപൂരിലായിരിക്കുമ്പോൾ തന്നെ നമ്മൾ പൊളിറ്റിക്സിലൊക്കെ ഉണ്ട്, അടിപിടിയൊക്കെ ഉണ്ട്. നമ്മളെ ഈ പിള്ളേരുടെ ക്ലബും അടിയും ഇതുമൊക്കെ അല്ലേ, നമ്മളെയൊക്കെ ആൾക്കാർ തോക്കും ചൂണ്ടിയിട്ടുണ്ട്. പക്ഷേ കേസൊന്നും ആകാതെ ദൈവം രക്ഷിച്ചു. അതിനു മുമ്പ് രാഷ്ട്രീയമൊക്കെ ആയിരുന്നു. നമ്മൾ ആക്ച്വലി ഫ്രണ്ട്സാ. ഈ ഫ്രണ്ട് സർക്കിളിൽ വന്ന് അങ്ങ് പെട്ടുപോകുന്ന പൊളിറ്റിക്കൽ പാർട്ടീസ് നമ്മളെ എടുത്ത് അങ്ങ് ഉപയോഗിക്കും. യുവാക്കളെയാണ് ഉപയോഗിക്കുന്നത്. പിന്നെ ഒരു അടിയൊക്കെ ഉണ്ടാക്കാനാണെങ്കിൽ എന്തെങ്കിലും വന്നാൽ അവർ നമ്മളെ എൻകറേജ് ചെയ്യും, പോയി അടിച്ചോളാൻ നമ്മൾ നോക്കിക്കോളാം, പിന്നെ ഞങ്ങളുണ്ട് പുറകെ എന്ന് പറയും. എന്നിട്ട് അടി ഉണ്ടാക്കി കഴിഞ്ഞൊരു കേസ് വന്നു കഴിയുമ്പോൾ നമ്മൾ പെട്ടുപോകും. പക്ഷേ അങ്ങനെ പെടാതെ ദൈവം കാത്തു. ഏതായാലും ഞാൻ എൻജിനീയറിംഗ് പഠിക്കാൻ പോയതുകൊണ്ട് അവിടുന്ന് രക്ഷപ്പെട്ടു. പിന്നെ ജബൽപൂരിൽ വന്നപ്പോഴും അവിടുത്തെ നാട്ടു രീതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്തിരി തെറി പറച്ചിലുമൊക്കെയാണ്. അപ്പോൾ അവിടെ പിടിച്ച് നിൽക്കണമെങ്കിലും നമ്മൾ അതിനെക്കാട്ടി ഒരു ഡിഗ്രി കൂടുതൽ പറയണം, എന്നാലേ അവിടെ നിൽക്കാൻ പറ്റുള്ളൂ. എന്ന് മാത്രമല്ല, ഞാൻ ടാറ്റായുടെ ഒരു വലിയ ഡീലറിൻ്റെ അടുത്തായിരുന്നു. അപ്പം നമ്മൾ ഓട്ടോമൊബൈൽ എഞ്ചിനീയറിംഗാണ് ചെയ്തേക്കുന്നത്. അപ്പോൾ അവിടെ വരുന്നത് ട്രക്ക് ഡ്രൈവേഴ്സും ഇവരൊക്കെ വരുമ്പോഴത്തേന് അവരുടെ ലാംഗ്വേജ് അതിനെക്കാട്ടിലും മോശമാണ്. കൊളോക്കിയൽ ഭാഷ അത് കുറച്ച് കട്ടിയായ. അപ്പോൾ എനിക്കറിയാം ഇതൊക്കെ ശരിയല്ലെന്ന് അറിഞ്ഞാലും അവരോട് നമ്മളൊരു സ്റ്റെപ്പ് പിടിച്ച് നിൽക്കാൻ വേണ്ടി അവരെക്കാട്ടിലും ഒരു സ്റ്റെപ്പ് മുന്നേ തന്നെ
കാര്യങ്ങൾ പറഞ്ഞ് നിൽക്കാൻ ശ്രമിക്കും. അപ്പം അങ്ങനത്തെ ഒരു ജീവിതമായിരുന്നു. ഞാൻ അന്ന് പറഞ്ഞു, ദൈവമേ ഇതെല്ലാം ഉപേക്ഷിക്കണം, എൻ്റെ കൈ നിൻ്റെ കൈ തരിക എന്ന് പറഞ്ഞു. അതോടുകൂടി എല്ലാം ഉപേക്ഷിച്ചു. ജീവിതത്തിൽ ടേണിംഗ് പോയിന്റ് ആയിരുന്നു അതല്ലേ? കംപ്ലീറ്റ് ടേണിംഗ് പോയിന്റ് ആയിരുന്നു. പ്രിയ പ്രേക്ഷകരെ, നാം ഇതുവരെയും പാസ്റ്റർ ജോജു അവരുടെ ജീവിതത്തിൻ്റെ ആദ്യത്തെ ഒരു ഫേസാണ് നമ്മൾ കണ്ടത്. ഒരുപക്ഷേ ലോകം മുഴുവൻ നിങ്ങൾ ഇപ്പോൾ ഇത് വീക്ഷിക്കുന്ന പ്രിയമുള്ളവരോട് എനിക്ക് പറയാനുള്ളത്, തുടർന്നുള്ള ജീവിത അനുഭവങ്ങൾ നമ്മൾ പരാവർത്തനം ചെയ്യുമ്പോൾ, വായിച്ച് നിങ്ങൾക്ക് വേണ്ടി പങ്കുവെക്കുമ്പോൾ, ഓർത്തെടുക്കുമ്പോൾ നിശ്ചയമായിട്ടും ഇത് ദയവായി നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം. നിങ്ങളുടെ കമൻറ്റുകൾ രേഖപ്പെടുത്തുന്നതോടൊപ്പം തന്നെ ഈ അനുഭവങ്ങൾ, ഇനി ഞാൻ കേൾക്കാൻ പോകുന്ന അനുഭവങ്ങൾ തീവ്രമായ ജീവിത അനുഭവങ്ങളാണ്. ജീവിതത്തിൽ അപ്രതീക്ഷിതമായി സംഭവിച്ചു പോയിട്ടുള്ള ഒട്ടനവധി തീവ്ര ജീവിത മുഹൂർത്തങ്ങളിലൂടെയാണ് നമ്മൾ സഞ്ചരിക്കാൻ പോകുന്നത്. ആ അനുഭവങ്ങൾ കേൾക്കുമ്പോൾ ദയവായി നിങ്ങൾ മറ്റുള്ളവർക്കൊന്ന് ഷെയർ ചെയ്യുക. ഈ പ്രോഗ്രാം ഗിൽഗാൽ മീഡിയ ഇൻ അസോസിയേഷൻ വിത്ത് ഗിൽഗാൽ ചർച്ച് ഓഫ് ഗോഡ് ദോഹ ഖത്തർ നിങ്ങൾക്ക് വേണ്ടി അവതരിപ്പിക്കുന്ന ജീവിതം പറയുമ്പോൾ, ഈ പ്രോഗ്രാം നിങ്ങൾക്ക് വേണ്ടി ലൈവ് സ്ട്രീം ചെയ്യുന്നത് കോട്ടയം സനം TV. ദയവായി ഒരു ഗിഫ്റ്റ് പോലെ മറ്റുള്ളവർക്കൊരു സാന്ത്വനമാകട്ടെ, ഒരു ആശ്വാസമാകുന്ന നിലയിൽ ഈ പ്രോഗ്രാം ദയവായി നിങ്ങൾ ഷെയർ ചെയ്യുക. ലോകം എമ്പാടുമുള്ള നല്ല കാഴ്ചക്കാരും കേൾവിക്കാരും തുടർന്നും ഞങ്ങളെ വീക്ഷിക്കുകയും പ്രാർത്ഥനാപൂർവ്വം ഞങ്ങളോടൊപ്പം സഞ്ചരിക്കാൻ ഓർപ്പിച്ചുകൊണ്ട് ഈ ഫേസിൻ്റെ, അതായത് പാസ്റ്റർ ജോജു അവരുടെ ജീവിതത്തിൻ്റെ മറ്റൊരു ജീവിത മുഹൂർത്തത്തിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. നമ്മൾ ഒന്നാമത്തെ ഒരു ഫേസാണ് പറഞ്ഞു പോയത്. ഇനി അടുത്തുള്ളത് ദൈവം നടത്തിയ വിധങ്ങളെക്കുറിച്ചാണ്. എൻ്റെ പഴയ ജീവിതത്തെക്കുറിച്ച് ഞാൻ എങ്ങും പറഞ്ഞിട്ടില്ല. ഇതൊരു നല്ല അവസരമാണ് തുടർന്ന് പറയാൻ. അല്ല, എന്നുവെച്ചാൽ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥകൾ ആർക്കും അറിയില്ല. അത് എത്രമാത്രം എന്തൊക്കെയാണെന്നുള്ളത് ഞാൻ പറഞ്ഞിട്ടില്ല. എനിക്ക് വേണമെങ്കിൽ ഒരുപക്ഷെ വീരകൃത്യമായിട്ടൊക്കെ പറയാം, പക്ഷേ എനിക്ക് തന്നെ നാണക്കേടാ. ആ നാണക്കേട് എനിക്ക് വിളിച്ചു പറയാൻ പറ്റൂല. കാരണം നമുക്ക് മറ്റൊരു വിശ്വാസത്തിൻ്റെ പാതയിൽ നിന്ന ആളുകൾ പരമ്പരാഗതമായി അതൊക്കെ ഉപേക്ഷിച്ചിട്ട് പിന്നീട് പെന്തക്കോസ്ത് വിശ്വാസത്തിൽ വന്ന ഒരു മൂന്നാം തലമുറക്കാരനാണ് പാസ്റ്റർ ജോജു, അല്ലേ? അങ്ങനെ ഒരു പാരമ്പര്യമുള്ളതെന്നും ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് തന്നെ ഒരു നാണക്കേട് പോലെ തോന്നാറുണ്ട്. അല്ല, പാരമ്പര്യം കാരണമല്ല. അല്ല, ഞാൻ പറഞ്ഞത് ഞാൻ അതിനെ വെറുക്കുന്നു ഇപ്പോൾ. ഓ ശരി. ആ പ്രവൃത്തികൾ വെറുക്കുന്നു, വെറുക്കുന്നു. ഓ ശരി. അതുകൊണ്ട് ഞാൻ എടുക്കാൻ താല്പര്യപ്പെടുന്നില്ല. തീർച്ചയായിട്ടും. ഇപ്പോൾ ഒരു പക്ഷേ എനിക്ക് പറയാം, ഞാൻ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട്, ഇത്രയും ഘോരമായ പാപിയാണ് ദൈവം രക്ഷിച്ചെന്നൊക്കെ എനിക്ക് പറയാം. പക്ഷേ ഞാൻ അതിനെ ഒറ്റ വാക്കുകൊണ്ട് പറഞ്ഞെങ്കിൽ അവസാനിപ്പിക്കുന്നു മതി. എന്ന് മാത്രമല്ല, ഈ മാറ്റം എന്ന് പറഞ്ഞാൽ വലിയ മാറ്റമാണ്. ഞാൻ ഒരിക്കലും എൻ്റെ വൈഫിനോട് പഴയ കാര്യങ്ങൾ 1-2 കാര്യങ്ങൾ ഞാൻ പറഞ്ഞു വന്നപ്പോഴത്തേന് വൈഫ് എന്നോട് പറഞ്ഞത്, പറയണ്ട, എനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, ജോയിച്ചാൻ അങ്ങനത്തെ ഒരു വ്യക്തിയായിരുന്നു. അത് ശരി. അതെനിക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ഈ രൂപം മതിയെന്ന്. അപ്പോൾ ദാറ്റ് വാസ് എ ടോട്ടൽ ചേഞ്ച്. അങ്ങനെ ജബൽപൂരിൽ ഞാൻ രക്ഷിക്കപ്പെട്ടു. പിറ്റേ ആഴ്ച തന്നെ സ്നാനപ്പെട്ടു. എനിക്ക് സ്നാനത്തിന് തടസ്സം അതായിരുന്നു സമർപ്പണം. സമർപ്പിച്ചു കഴിഞ്ഞപ്പോഴത്തേന് എല്ലാം ഈസിയായി. സമർപ്പിച്ചു, സ്നാനപ്പെട്ടു. അത് കഴിഞ്ഞ് വേഗം തന്നെ എനിക്ക് ബഹ്റിനിൽ ജോലി കിട്ടി. ഞാൻ ബഹ്റിനിലേക്ക് പോയി. 1 വർഷത്തോളം ബഹ്റിനിലുണ്ടായിരുന്നു. അവിടെയും എനിക്ക് നല്ല അനുഗ്രഹപ്പെട്ട കൂട്ടായ്മ എനിക്ക് കിട്ടി. അപ്പോൾ അവിടുത്തെ ഒരു പാസ്റ്റർ ബാബു എബ്രഹാം, അന്ന് ബഹ്റിൻ IPCയിലെ എൽഡറായിരുന്നു, അദ്ദേഹത്തിൻ്റെ ഭവനത്തിലും ഒക്കെ നമുക്ക് നല്ലൊരു കൂട്ടായ്മ കിട്ടി. അതുകൊണ്ട് അവിടെ തന്നെ അദ്ദേഹത്തിൻ്റെ ഭവനത്തിലെ പ്രാർത്ഥനയിൽ ാണ് അഭിഷേകം പ്രാപിച്ചത്. ബഹ്റിനിൽ വെച്ച്. അപ്പോൾ അഭിഷേകം പ്രാപിച്ചു. അവിടെ ഞാനൊരു ബൈബിൾ കോളേജിലും ഞാൻ ചേർന്നായിരുന്നു. എന്നാൽ സഡൻലിയാണ് ജോലി നഷ്ടപ്പെടുന്നത്. ഓ ശരി. അപ്പോൾ ബൈബിൾ കോളേജും തീർന്നു. അന്നും ആൾക്കാർ വിശ്വസിക്കാൻ പറ്റിയില്ല. കാരണം ഇത്രയും
ഇതായിട്ട് മുന്നോട്ട് വരുന്ന ഒരു ആത്മീയമായിട്ട് മുന്നോട്ട് വരുന്ന ഒരു ചെറുപ്പക്കാരൻ, ബൈബിൾ കോളേജിലുമൊക്കെ ചേർന്ന് പഠിക്കുന്ന, ദൈവം എന്തുകൊണ്ട് പെട്ടെന്ന് സഡൻലി എടുത്ത് മാറ്റി എന്നുള്ളത് ചോദ്യമായിരുന്നു. പറയാനാണെങ്കിൽ ഒത്തിരി ഉണ്ടെങ്കിലും ചുരുക്കത്തിൽ പറയട്ടെ. അത് കഴിഞ്ഞിട്ട് ഞാൻ നാട്ടിലേക്ക് കടന്നു വന്നു. ദൈവം എനിക്കൊരു ഉറപ്പ് തന്നായിരുന്നു, പിന്നെയും ഗൾഫിലേക്ക് പോകുന്നു. പക്ഷേ എനിക്കൊരു ആരാധനയും ഇതുമെല്ലാം വേണമായിരുന്നു. ഏതായാലും ഞാൻ 95 ദോഹയിൽ നിന്ന് ഇങ്ങോട്ടൊരു വിളി വന്നു. ജോലി 95 തന്നെയാണ്, 94-95 ആണ് ബഹ്റിനിലായിരുന്നത്. ബഹ്റിനിൽ നിന്ന് വന്ന് ഇവിടെ വീട്ടിലിരിക്കുമ്പോഴാണ് ദോഹയിൽ നിന്നൊരു കോൾ വരുന്നത്, ഇവിടെ ജോലി വേണം, അപ്ലൈ ചെയ്യാമെന്ന് പറഞ്ഞു. അങ്ങനെ അപ്ലൈ ചെയ്തു. അപ്പോഴാണ് എനിക്ക് വിവാഹം ഒക്കെ ശരിയായി. ജൂലൈ മാസത്തിൽ വിവാഹം കഴിഞ്ഞു. എവിടെ അടുത്ത് തന്നെയായിരുന്നു? ഇവിടെ എറണാകുളം ഡിസ്ട്രിക്റ്റാണ്, പട്ടിമറ്റം എന്ന് പറയും. IPC പഴന്തോട്ടം സഭയുടെ മെമ്പറായിരുന്നു. ഞാറ്റുകാലയിൽ ഫാമിലി. പേര് വിജി. ഡേറ്റ് ഓർക്കുന്നുണ്ടോ? എന്നായിരുന്നു കല്യാണം നടന്നത്? 3 ജൂലൈ 1995. പ്രേക്ഷകർക്കായി ഞാൻ ഒരുപക്ഷെ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണെങ്കിൽ പോലും എടുത്ത് ഞാൻ ഒന്നുകൂടി പ്രേക്ഷകർക്കായി പങ്കുവയ്ക്കുന്നു. സിസ്റ്റർ വിജി ലോക സുവിശേഷ വേദികൾക്ക് മഹത്തായ സംഭാവനകൾ നൽകുന്ന സുവിശേഷ പ്രഭാഷകൻ, അനുഗ്രഹീത കർത്താമൃദാസൻ പാസ്റ്റർ ബാബു ചെറിയൻ. കർത്താമൃദാസൻ്റെ പത്നിയുടെ അനുജത്തിയാണ് സിസ്റ്റർ വിജി എന്ന് ഒരുപക്ഷെ എല്ലാവർക്കും അറിയാം. എങ്കിൽ ഞാൻ ഈ സന്ദർഭവശാൽ ആ കുടുംബത്തെയും ഓർക്കുന്നു, ആ ബന്ധം കൂടി ഒന്ന് ഓർപ്പിക്കുകയാണ്. പറയൂ പാസ്റ്റർ ബാക്കി. വിജിയുടെയും കുടുംബം ഒരു വില കൊടുത്തിട്ടുള്ളതാണ്. അതെ, സത്യത്തിന് വേണ്ടി നിൽക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ ഒരു പാരമ്പര്യം ഉണ്ടായിരുന്നു. വിജി പക്ഷേ ഒരു പാസ്റ്ററിൻ്റെ വൈഫാകാൻ ഒരിക്കലും താല്പര്യപ്പെട്ടിട്ടില്ല. അപ്പോൾ പാസ്റ്ററിനെ കല്യാണം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു. അതുകൊണ്ട് ജോലിക്കാരൻ വന്ന സന്തോഷമായിരുന്നു. അതെ, സന്തോഷമായിരുന്നു. അപ്പം അങ്ങനെയാണ് ഞങ്ങളുടെ വിവാഹം നടക്കുന്നത്. അതിനുശേഷം ഞാൻ ദോഹയ്ക്ക് പോയി. ദോഹ ആക്ച്വലി എന്നെ മിനിസ്ട്രിക്കായിട്ട് ഒരുക്കുന്ന സ്ഥലമായിരുന്നു. പല സാഹചര്യങ്ങളിൽ കൂടെ കൊണ്ടുപോവുകയും പഠിപ്പിക്കുകയും പല കാര്യങ്ങൾ എന്നെ ദൈവം പഠിപ്പിച്ചു. മിനിസ്ട്രി കോളേജിനെ കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ ആക്ച്വലി ഈ കല്യാണം നടക്കുന്നത്, ഈ ആപ്ലിക്കേഷനൊക്കെ ദോഹയെ കൊടുത്തു കഴിഞ്ഞിട്ടാണ് കല്യാണം നടക്കുന്നത്. ശരി. അപ്പോൾ ആപ്ലിക്കേഷൻ കൊടുക്കുമ്പോൾ സിംഗിളാ സ്റ്റാറ്റസ്, പക്ഷേ ജോയിൻ ചെയ്യുമ്പോൾ മാരീഡാണ്. അപ്പോൾ ചെന്ന ഉടനെ തന്നെ എനിക്ക് ഫാമിലിയെ കൊണ്ടുവരാൻ, ഫാമിലി വിസ അപ്ലൈ ചെയ്യാനായിട്ടൊരു മടിയുണ്ടായിരുന്നു. കാരണം ഉടനെ തന്നെ പറയണ്ട എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു. എന്നാൽ ചില കാര്യങ്ങൾ ഞാൻ അവിടെ ചെന്നപ്പോൾ ശ്രദ്ധിച്ചത്, ദൈവത്തിനൊരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്നെ അവിടെ കൊണ്ടുപോകാൻ. കാരണം അന്ന് ഇന്ത്യക്കാർക്ക് വിസ കൊടുക്കുന്നില്ല. അവർക്കൊരു സാച്ചുറേഷൻ ലെവലുണ്ട്. അപ്പോൾ അന്ന് ഇന്ത്യക്കാരും പാകിസ്ഥാൻകാരും ശ്രീലങ്കക്കാർക്കും വിസ ഇല്ല, കോട്ട ഫുള്ളായി. ശരി. അപ്പോൾ എനിക്ക് വേണ്ടിയിട്ട് അപ്ലൈ ചെയ്ത് കഴിഞ്ഞപ്പോൾ കിട്ടുന്നില്ല. എന്നിട്ട് ഡയറക്റ്റ് ഫൈനാൻസ് മിനിസ്റ്ററിൻ്റെ, അവിടുത്തെ രാജ്യത്തിലെ സെക്കൻഡ് പവർഫുൾ പേഴ്സണാണ്, അദ്ദേഹത്തിൻ്റെ പേഴ്സണൽ ലെറ്ററിൻ്റെ പുറത്താണ് ശരി എനിക്ക് വിസ കിട്ടിയത്. ശരി. അങ്ങനെയുള്ള സാധ്യത ഉണ്ടായിരുന്നു. അങ്ങനെ ദൈവം ഒരുക്കിയതാണ്. ശരി. അവിടെ ചെന്നപ്പോൾ പലരും ചോദിച്ചു, എങ്ങനെ കിട്ടി? ഇതൊന്നും എനിക്കറിയത്തില്ല, കാരണം നമ്മുടെ കമ്പനിയാണ് ഇതൊക്കെ ചെയ്യുന്നത്. ശരി. അവിടെ ചെന്ന് ജോലി ചെയ്തപ്പോൾ നല്ല ശമ്പളം, നല്ല ജോലിയെല്ലാം. എന്ന് മാത്രമല്ല, ഞങ്ങളുടെ സീനിയർ മാനേജർ വന്ന് എന്നോട് ഒരു ദിവസം ഡയറക്റ്റ് പറഞ്ഞു, വൈ ഡോണ്ട് യു അപ്ലൈ ഫോർ എ ഫാമിലി വിസ? എന്നെ ഫാമിലിക്ക് വിസയ്ക്ക് വേണ്ടി അപ്ലൈ ചെയ്യാനായിട്ട് പുള്ളി നിർബന്ധിക്കുക.
ഞാൻ ഒത്തിരി സന്തോഷിച്ചു. ഞാൻ വീട്ടിൽ വന്നു. വീട്ടിൽ വന്നിട്ട് അവിടെ റൂമിൽ വന്നപ്പം അവിടെ കാർപ്പറ്റുണ്ട്. അപ്പം ഞാൻ കാർപ്പറ്റിൽ ഇരുന്നാണ്, താഴെ ഇരുന്നാണ് അവിടെ ബൈബിൾ സ്റ്റഡിയും ഇതും എല്ലാം ചെയ്യുന്നത്. ഞാൻ അവിടെ ഇരുന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങി, സ്തോത്രം ചെയ്യാൻ തുടങ്ങി. ദൈവമേ, ഇത്രയും നല്ല ജോലി തന്നതിനും ഇതിനും എല്ലാം ഇന്ന് പറഞ്ഞല്ലോ. ദൈവമേ, സ്തോത്രം സ്തോത്രം എന്ന് പറയുമ്പോഴാണ് ദൈവം എന്നോട് പിന്നീട് സംസാരിക്കുന്നത്, നിന്നെ ഇവിടെ കൊണ്ടുവന്നിരിക്കുന്നത് വേരുറപ്പിക്കാനല്ല. അതൊരു വലിയൊരു ഷോക്ക് പോലെയാണ് കിട്ടുന്നത്. കാരണം നമ്മളത് ചിന്തിക്കുന്ന പോലുമില്ല. നമ്മൾ വൈഫിനെ കൊണ്ടുവന്ന് സെറ്റിലാക്കാൻ കാര്യങ്ങളാണ് ചിന്തിക്കുന്നത്. അപ്പോൾ പറയുന്നത് നിന്നെ ഇവിടെ വേരുറപ്പിക്കാനല്ല കൊണ്ട്. ഞാൻ പിന്നീട് ചോദിച്ചു, വേരുറപ്പിക്കാനല്ലെങ്കിൽ പിന്നെ ഇനി എങ്ങോട്ടാ, എന്തോ ആ പ്ലാൻ? ദൈവം സൈലൻ്റ് ആയിരുന്നു. 5 വർഷം സൈലൻ്റ് ആയിരുന്നു. സൈലൻസ് ആയിരുന്നു മറുപടി. ഈ സൈലൻസ് ആണ് മറുപടി. ഈ വിഷയത്തിൽ മറുപടി തന്നില്ല. ഇത്രേ പറഞ്ഞോളൂ, വേരുറപ്പിക്കാനല്ല. എനിക്ക് മനസ്സിലായി, ഞാൻ വൈഫിനെ കൊണ്ടുവന്ന് ഇവിടെ സെറ്റിൽ ചെയ്യാൻ പാടില്ല, ഇവിടുന്ന് പറപ്പിക്കാനുള്ള എല്ലാ പരിപാടിയും പ്ലാനാണ്. അതുകൊണ്ട് വൈഫിനെ ഞാൻ ഒരു പ്രാവശ്യം വിസിറ്റിങ്ങിന് മാത്രം 6 മാസത്തേക്ക് കൊണ്ടുപോയി. അപ്പം ഞാൻ പോകാനായിട്ട് റെഡിയായിരുന്നു. ദൈവം എന്നെ ഒരുക്കുകയും ചെയ്യായിരുന്നു. വർഷാവസാനം വരുമ്പോഴത്തേന് എൻ്റെ പ്രാർത്ഥന കൂടും. ദൈവം എങ്ങോട്ടാണ് പോകേണ്ടത്, എന്തോ കാരണം അപ്പോഴാണ് കിട്ടേണ്ടതെല്ലാം ഡ്യൂ എല്ലാം കിട്ടി വരുന്നത്. അപ്പോൾ അതും കൂടെ മേടിച്ചും പോകാന്നുള്ള ഒരു ഇതാണ്. അതാ വർഷാവസാനം കൂടുന്നത്. അപ്പോൾ അങ്ങനെ വന്ന് 1999 ICPF ഒരു ഇൻ്റർസെക്ഷൻ ഇന്ത്യ 99 എന്നും പറഞ്ഞു ഇന്ത്യക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഹോൾ ഇയർ പ്ലാനാണ്. അപ്പോൾ എല്ലാ സംസ്ഥാനങ്ങൾക്ക് വേണ്ടിയിട്ടും ഉള്ള ഡീറ്റെയിൽസും എല്ലാം അയച്ചു തന്ന് പ്രാർത്ഥന ലീഡ് ചെയ്യുന്നത്. അപ്പം അവിടുത്തെ CGPF എന്നെയാണ് അതിനെ ലീഡ് ചെയ്യാനായിട്ട് നിയമിച്ചത്. അപ്പം നമ്മളെല്ലാ സഭയിലും കോണ്ടാക്ട് ചെയ്ത് ആരൊക്കെ ഇൻട്രസ്റ്റ് ഉണ്ട്, അപ്പോൾ ഉപവസിച്ച് പ്രാർത്ഥിക്കാൻ ഓരോ ദിവസം വെച്ച് 1 മാസം അങ്ങനെ പേരൊക്കെ എടുത്ത് ഞാൻ അവരെ ഓർപ്പിക്കുകയൊക്കെ ചെയ്യും. ചിലപ്പോൾ ഞാൻ ഓർപ്പിക്കുമ്പോൾ ചിലർ പറയും, അയ്യോ എനിക്ക് ഇത് ബിസി ആണെന്നല്ലോ, എടുക്കാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ വേറെ ആരെങ്കിലും ഇല്ല എങ്കിൽ ഞാൻ തന്നെ ഉപവസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്യും അവർക്ക് പകരമായിട്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോഴത്തേന് എനിക്ക് ഒത്തിരി അധികം പ്രാർത്ഥിക്കാനുള്ള അവസരം കിട്ടി. പിന്നെ ഇത് ഓരോരുത്തരും ഓർപ്പിക്കുമ്പോഴും എൻ്റെ മനസ്സിൽ ഒരു പ്രാർത്ഥന ഉയരുകയും ചെയ്യും. അപ്പം അങ്ങനെ 1 വർഷം മുഴുവനും പ്രാർത്ഥിക്കാനിടയായി. ഞാനൊരു ഡിസംബർ ആയപ്പോഴാണ് ദൈവം എന്നോട് പറയുന്നത് ഓക്കെ പോകാനായിട്ട്. അപ്പോൾ ഞാൻ ദൈവത്തോട് ചോദിച്ചു, എന്തുവാ, എങ്ങോട്ടാ? അപ്പോൾ എനിക്ക് തന്ന ഒരു വിഷൻ ബംഗാൾ, ഒഡീസ ആ സൈഡിലാണ്. ബംഗാൾ മെയിനായിട്ടും ഉള്ള ആ ഒരു സൈഡാണ് എനിക്ക് ദൈവം ഒരു ചെറിയ ദർശനം തന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഡിസംബറിൽ ഡോക്ടർ തോമസ് മാത്യുവോടെ വന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ റിസൈൻ ചെയ്യാനിരിക്കുക നവംബറോ ഡിസംബറിലോ. അപ്പോൾ പറഞ്ഞു, റിസൈൻ ചെയ്യുകയാണെങ്കിൽ അങ്ങോട്ട് വാ, 1 വർഷത്തെ ട്രെയിനിങ് കഴിഞ്ഞിട്ട് നമുക്ക് ബിഹാർ ബംഗാൾ ബോർഡറിൽ അവിടെ ആക്കാമെന്ന് പറഞ്ഞു. ഞാൻ കമ്മിറ്റ് ചെയ്തില്ല, ദൈവസന്നിധി പ്രാർത്ഥനയിൽ വെച്ചു. ഇവിടെ വന്നു, മണക്കാലയിൽ പോയി നമ്മൾ ആപ്ലിക്കേഷൻ കൊടുത്തു. അവിടെ ചാൻസ് കിട്ടി പഠിക്കാനായിട്ട്. ഈ സമയത്ത് മക്കളുണ്ടായിരുന്നു? മക്കളുണ്ട്, 2 പേരുണ്ട്. അല്ല, മൂത്തവൻ ജനിച്ചു, രണ്ടാമത്തെ ആൾ അത് കഴിഞ്ഞിട്ടാണ്. ഓ ശരി. ഇത് 2000-ലാണ്. 5 വർഷം ദോഹയിലുണ്ടായിരുന്നു. അങ്ങനെ ആ വിഷയം വെച്ചു. പിന്നെ റിസിഗ്നേഷൻ കൊടുത്തു കഴിഞ്ഞ് നോട്ടീസ് പീരീഡിലിരിക്കുമ്പോഴാണ്
ജേക്കബ് മാത്യു സാറ് അന്ന് ICPF-ൻ്റെ ജനറൽ സെക്രട്ടറിയാണ്. അപ്പോൾ ജേക്കബ് മാത്യു സാർ അവിടെ വരുന്നത്. അപ്പോൾ പലയിടത്തും ഞാൻ ആ വണ്ടിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ കൊണ്ടുപോകുന്നേക്കാൻ. അപ്പോൾ ചോദിച്ചപ്പോൾ പറഞ്ഞു ഞാൻ റെസിഗ്നേഷൻ കൊടുത്തു, ഞാൻ പോവുകയാണ്. അപ്പോൾ ചോദിച്ചു, ദർശനം പറഞ്ഞു ഞാൻ ബംഗാൾ സൈഡിലോട്ടാണ്. അവിടെ ജേക്കബ് മാത്യു സാർ പറഞ്ഞു ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക, കൽക്കട്ടയിലൊരു സ്റ്റാഫ് വേണമെന്ന്, അവിടെ വന്ന് ജോയിൻ ചെയ്യാൻ പറഞ്ഞു. ഓ ശരി. അപ്പോൾ ഇവിടെ വന്നപ്പോൾ എനിക്ക് ഈ 3 ഓപ്ഷനുണ്ട്. ഈ 3 ഓപ്ഷനും വെച്ച് ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് തോന്നി, കാരണം വൈഫിന് പാസ്റ്ററിൻ്റെ വൈഫ് ആകണ്ട എന്നുള്ള ഇതാണ് നേരത്തെയൊക്കെ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ മിഷൻ വർക്ക് എങ്ങനെയാണെന്ന് അതുമല്ല, നോർത്ത് ഇന്ത്യയിൽ വളരെ ബുദ്ധിമുട്ടും പ്രയാസമാണ്. അതൊക്കെ എങ്ങനെ എടുക്കുന്നൊന്നും അറിയില്ല. എനിക്കൊരു ചെറിയ ടെൻഷനും ഉണ്ട്. അപ്പം ഞാൻ പ്രാർത്ഥിച്ചു, കർത്താവേ ഈ ഡിസിഷനിൽ വൈഫിനെയും കൂടെ ഇൻവോൾവ് ചെയ്യിപ്പിക്കണം എന്ന് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു ദിവസം വൈഫ് എന്നോട് പറഞ്ഞു, ICPF എന്താ ജോയിൻ ചെയ്യാത്തതെന്ന് ചോദിച്ചു. ശരി. ഇങ്ങോട്ട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഞാനിത് കേൾക്കാനിരിക്കുകയായിരുന്നു. അത് ദൈവത്തിൻ്റെ ഒരു പദ്ധതിയായിട്ട് ഞാൻ എടുത്തു. ICPF ജോയിൻ ചെയ്ത് ഞാൻ കൽക്കട്ടയിലേക്ക് പോകുന്നത്. അങ്ങനെയാണ് 2000 ഞാൻ കൽക്കട്ടയിലേക്ക് പോകുന്നത്. അവിടെ ICPF മെയിൻ പ്രവർത്തനം കോടതിയിൽ മാത്രമായിരുന്നു, അതോ ഗ്രാമങ്ങളിലായിരുന്നു? എങ്ങനെയായിരുന്നു അവിടുത്തെ പ്രവർത്തനം കാര്യങ്ങളൊക്കെ? ഞാനവിടെ ചെല്ലുമ്പോൾ ഒരു പ്രവർത്തനവും ഇല്ല. ഈസ്റ്റേൺ റീജിയനിലെങ്ങും ഒരു പ്രവർത്തനവും ഇല്ല. എന്നാൽ ICPF-ൻ്റെ വിഷൻ കോളേജിലാണ്. അതെ, ക്യാമ്പസുകളിലാണ്. ഞാനവിടെ ചെന്നപ്പോൾ ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചത് ഒരു റിവൈവലിന് വേണ്ടിയിട്ടാണല്ലോ 99-ൽ. അതെ. അപ്പോൾ ദൈവം എന്നോട് പറഞ്ഞത് ഒരു റിവൈവലുണ്ട് എന്നാ എന്നോട് പറഞ്ഞേ. അപ്പം ഞാൻ ഭർത്താവിനോട് പറഞ്ഞു, ദൈവമേ നീ ഒരു റിവൈവൽ അയക്കുന്നുണ്ടെങ്കിൽ I want to be in the center of it. എനിക്ക് അതിന് സന്തോഷിക്കണം. അങ്ങനെയാണ് നമ്മൾ വരുന്നത്. പക്ഷെ കൽക്കട്ടയിൽ ചെന്നപ്പോൾ ഫുൾ ഡ്രൈയാണ്. ഞാൻ ദൈവസന്നിധി പ്രാർത്ഥിച്ചു, ദൈവമേ എങ്ങനെയാണ് മിനിസ്ട്രി ചെയ്യേണ്ടതെന്ന്. അപ്പം എനിക്ക് മനസ്സിലായ ഒരു കാര്യം, എനിക്ക് ഒറ്റയ്ക്ക് മിനിസ്ട്രി ചെയ്യാൻ പറ്റില്ല. എന്ന് മാത്രമല്ല, ഞാൻ ചെല്ലുന്ന സമയത്ത് ഐ എം റോ. എനിക്ക് പ്രസംഗിക്കാനും അറിയില്ല. കസൻഡിയൊക്കെ നല്ല കസൻഡിയുണ്ട്. കോളേജ് സ്റ്റുഡൻസ് അങ്ങനെ അക്സെപ്റ്റും ചെയ്യത്തില്ല. എന്ന് മാത്രമല്ല, അവിടെ ചെന്നപ്പോഴും അങ്ങനെ കമൻസ് നമ്മൾ കേട്ടു, ഇയാളെന്നാ മിനിസ്ട്രി ചെയ്യാനാ എന്നുള്ള കമൻസ് നമ്മൾ കേട്ടു. അതവരുടെ കുഴപ്പമില്ല, അവർ പറഞ്ഞ കറക്റ്റാ. കാരണം ഞാൻ അങ്ങനെ ആയിരുന്നു. കാരണം ഞാൻ തന്നെ കർത്താവിനോട് പറഞ്ഞു, ദൈവമേ എനിക്ക് പ്രസംഗിക്കാൻ പോലും അറിയില്ലല്ലോ, എങ്ങനെ കാര്യങ്ങൾ ചെയ്യുമെന്നുള്ള ആ ഒരു സിറ്റുവേഷനായിരുന്നു. പക്ഷെ ദൈവം ഒരാളെ എടുത്തു കഴിഞ്ഞാൽ എൻ്റെ കഴിവോ ഇതൊന്നും നോക്കിയിട്ടല്ലല്ലോ. അതെ അതെ അതെ. കഴിവില്ലാത്തവരെയും ദൈവം എടുത്ത് ഉപയോഗിക്കുന്നു. ദാവീദിന്റെ കാര്യം പറയുമ്പോൾ നീ അവൻ്റെ പൊക്കമോ വണ്ണമോ നോക്കരുത് എന്നാ പറഞ്ഞത്. അതുപോലെ തന്നെയാണ് എനിക്ക് ഉണ്ടായിരുന്ന ബേസിക്സ് എന്ന് പറഞ്ഞാൽ, ഒന്ന് ലാംഗ്വേജിൻ്റെ ഒരു നല്ല ഒരു ഫ്ലുവൻസി ഉണ്ടായിരുന്നു. രണ്ടാമത് എൻ്റെ ഫാദർ എടുത്ത ബൈബിൾ ക്ലാസ്സും കാര്യങ്ങളും ഒക്കെ നമ്മുടെ മനസ്സിൽ കിടക്കുകയാണ്. പിന്നെ മൂന്നാമത്, ഞാൻ രക്ഷിക്കപ്പെട്ടപ്പോൾ തൊട്ട് ഞാനൊരു നല്ല സ്റ്റുഡൻറ്റാണ്, ബൈബിൾ പഠന വിദ്യാർത്ഥിയാണ്. ഞാൻ ഒത്തിരി പുസ്തകങ്ങൾ വായിക്കുകയും പഠിക്കുകയും ചെയ്യും. അതെൻ്റെ ഒരു ശീലമായിരുന്നു. എനിക്ക് ഇന്നും നല്ലൊരു ലൈബ്രറി ഉണ്ട്. ശരി. അപ്പോൾ എന്ന് മാത്രമല്ല, ഞാൻ സംസാരിക്കുന്നതൊക്കെ വചനമല്ലാണ്ട് വേറെ ഒന്നും സംസാരിക്കാൻ എനിക്ക് അറിയില്ല, ഇൻട്രസ്റ്റും ഇല്ലായിരുന്നു. ഓക്കെ. നിങ്ങൾ എവിടെ വന്നു, എവിടെയാണ് വീട്, എന്നാ ഇതൊന്നും നമ്മൾ അധികം ചോദിക്കാറേ ഇല്ല. പക്ഷേ വചന സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ ചർച്ച ചെയ്യുകയും പാസ്റ്റർമാരെ കണ്ട സന്തോഷമാണ്. എനിക്ക് വചനം ഡിസ്കസ് ചെയ്യാനും സംശയങ്ങൾ ചോദിക്കുവാനും ഒക്കെ അതാ എൻ്റെ മെയിനായിട്ടുള്ള കാര്യങ്ങൾ. വചനം കറക്റ്റായിട്ട് പഠിക്കണം,
അത് ജീവിതത്തിൽ അപ്ലൈ ചെയ്യണം, പ്രാക്ടിക്കൽ ആപ്ലിക്കേഷൻ ചെയ്യണം. അതായത് ഒരു പ്രായോഗികമായത് ഇല്ലാത്ത ഒരു ദൈവശാസ്ത്ര ചിന്തയോ ദൈവവചന പഠനമോ ഒന്നും നമുക്ക് ആവശ്യമില്ല. എന്ത് വിശ്വസിക്കുന്നു അത് പ്രായോഗികത്തിൽ കൊണ്ടുവരണം. അതെ, അതാണ്. ചുമ്മാ പഠിച്ച് എൻ്റെ അറിവ് വർദ്ധിപ്പിച്ചിട്ട് മാത്രമല്ല, അതിൻ്റെ പ്രാക്ടിക്കൽ ആപ്ലിക്കബിലിറ്റി എനിക്ക് മനസ്സിലാകാതെ ഞാനത് ഫുള്ളായിട്ട് അക്സെപ്റ്റ് ചെയ്യാനും ബുദ്ധിമുട്ടുണ്ട്. ഓക്കെ, മനസ്സിലായി. അപ്പോൾ ഞാനത് അപ്ലൈ ചെയ്തും നോക്കും. അത് എന്തോ എൻ്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഒരു കാര്യങ്ങളാണ്. എത്ര വർഷം ഉണ്ടായിരുന്നു ഇവിടെ ഈ ICPF ബന്ധത്തിൽ? ICPF ആയിട്ട് ബന്ധത്തിൽ കൽക്കട്ടയിൽ അന്നോട്ട് ആരംഭിച്ച ഇന്നും ഉണ്ട് ആ ബന്ധം. ഓ ശരി. അവിടെ 18 വർഷം ഉണ്ടായിരുന്നു. പിന്നീട് അവിടെ മറ്റേതെങ്കിലും സഭയായിട്ട് ബന്ധപ്പെട്ട സഭ ഉണ്ട്, ശുശ്രൂഷ ഉണ്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ എനിക്ക് ദൈവം തന്നത് ലീഡർഷിപ്പ് ഫോർമേഷനാണ്. ഓ ശരി. അപ്പോൾ അനേക ലീഡേഴ്സിനെ നമുക്ക് വളർന്നെടുക്കാൻ പറ്റിയ നമുക്ക് അത്രയും ജനങ്ങളുടെ അടുത്ത് റീച്ച് ചെയ്യാൻ പറ്റും. അപ്പോൾ ആ ബന്ധത്തോടു കൂടി ഞാൻ മെയിനായിട്ട് ICPF അവിടെ ചെയ്തു. ഒറീസ, ബീഹാർ, ജാർഖണ്ഡ് 12 സംസ്ഥാനങ്ങളാണ് നമുക്ക് റെസ്പോൺസിബിലിറ്റി ഉണ്ടായിരുന്നത്. ഇവിടെയൊക്കെയും ചെല്ലുകയും അവിടെയൊക്കെയും മിനിസ്ട്രി ഡെവലപ്പ് ചെയ്യാനായിട്ടുള്ള ശ്രമിക്കുകയും അവിടെ ലീഡേഴ്സിനെ കണ്ടെത്തുകയും ആക്കുകയും ചെയ്യാൻ. അപ്പോൾ നമ്മൾ ഇനീഷ്യലി കൽക്കട്ടയിൽ ആരംഭിച്ചത് മലയാളികളുടെ ഇടയിലാണെങ്കിൽ 1, 2, 3 മാസം കഴിഞ്ഞപ്പോഴത്തേന് ലോക്കൽസിൻ്റെ ഇടയിലേക്ക് മാറി. പിന്നെ എല്ലാ ഇടങ്ങളിലും ലോക്കൽസിനെയാണ് ഡെവലപ്പ് ചെയ്തത്. കാരണം അതും ദൈവം ഒരു ദർശനം തന്നതാണ്. ഇവർക്ക് ആ നാട്ടിൽ റീച്ച് ഔട്ട് ചെയ്യാൻ പറ്റത്തുള്ളൂ എന്നുള്ളത്. തദ്ദേശീയരെ നമ്മൾ വാർത്തെടുത്തു. അതെ. പിന്നെ ICPFൽ ചെയ്തുകൊണ്ട് എനിക്ക് വേറെ ഓർഗനൈസേഷണൽ സ്പിരിറ്റ് ഇല്ലായിരുന്നു. ദൈവവേല ഒരു ഇന്റർ ഡിനോമിനേഷനായിട്ട് നമ്മൾ ചെയ്തു. എല്ലാവരുമായിട്ട് ചേർന്ന് ചെയ്യും. ഇന്റർ ഡിനോമിനേഷണൽ എന്ന് പറയാൻ പറ്റില്ല, കാരണം നമ്മൾ വചനം വിശ്വസിക്കുകയും വചനാധിഷ്ഠിതമായിട്ടുള്ള ആളുകളുമായിട്ട് സഹകരിച്ച് മുൻപോട്ട്. അതെ. അപ്പോൾ അങ്ങനെയുള്ളതുകൊണ്ട് അവിടെ പല ഓർഗനൈസേഷനുമായിട്ട് സഹകരിക്കാനും പ്രവർത്തിക്കുവാനും കഴിഞ്ഞു. അങ്ങനെ ഇരിക്കുമ്പോഴാണ് IPC അന്ന് ഞാൻ ചെല്ലുമ്പോൾ അവിടെ ഒരു ചർച്ചയേ ഉള്ളൂ കൽക്കട്ടയിൽ. അവർ പറഞ്ഞു ഞങ്ങൾക്ക്, അപ്പം എൻ്റെ മുഴുവൻ ബംഗാളി മിനിസ്ട്രിയൊക്കെ കണ്ടിട്ടായിരിക്കും, ചിലപ്പോൾ പ്രേരണ കിട്ടിയിട്ടായിരിക്കും എന്നോട് പറഞ്ഞു ഞങ്ങൾക്ക് ബംഗാളി ചർച്ച് തുടങ്ങണം എന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ ICPFലായിരിക്കുമ്പോൾ എനിക്ക് വേറെ ചർച്ച് മിനിസ്ട്രി ചെയ്യാൻ പറ്റില്ല, നിങ്ങൾ ഒന്ന് ICPFൽ നിന്ന് പെർമിഷൻ എടുത്താൽ ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പോൾ അവർ പിന്നെ ICPFലേക്ക് കത്തെഴുതി, ഇങ്ങനെ വേറെ ആൾക്കാർ ലാംഗ്വേജ് അറിയാവുന്ന ആൾക്കാരില്ല, അതുകൊണ്ട് ജോസഫ് ജോയ് പാസ്റ്റർ ഈ ICPFൻ്റെ മിനിസ്ട്രി ചെയ്ത് കഴിഞ്ഞിട്ട് ബാക്കിയുള്ള സമയങ്ങളിൽ പറ്റുന്ന പോലെ ഞങ്ങളെ സഹകരിക്കണം എന്ന് പറഞ്ഞ് ചെയ്തു. അതിനൊരു പെർമിഷൻ ICPFൽ നിന്ന് ലഭിച്ചു. അങ്ങനെ അവിടെ ഒരു 2ാമത്തെ ചർച്ച ആരംഭിക്കുന്നു. അന്ന് തൊട്ട് ഞാൻ അവിടുത്തെ പാസ്റ്റർ. ഞാനവിടെ പല അസിസ്റ്റൻറ്റ് പാസ്റ്റർമാരെ നമ്മളാക്കി. ആ ചർച്ചിന് വലിയ വളർച്ച ഉണ്ടായില്ല, കാരണം എനിക്ക് യാത്ര ഒത്തിരി കൂടുതലുണ്ടായിരുന്നു. പിന്നെ നമ്മൾ ഈ അസിസ്റ്റൻറ്റ് പാസ്റ്ററിനെ ഡിപ്പെൻഡ് ചെയ്യുന്നതും കൊണ്ടും ഓരോരുത്തർ വരുമ്പോൾ അതിൻ്റെ വ്യത്യാസങ്ങൾ വരുന്നുണ്ട്. പക്ഷേ ഇന്നും അവിടെ ആ സഭ, 2ാമത്തെ സഭ നിലനിൽക്കുന്നു. ഉള്ള വിശ്വാസികളെല്ലാം നല്ല സ്ട്രോങ്. ഏതായാലും നമ്മൾ പുറകോട്ട് തിരിഞ്ഞ് നോക്കിയിട്ട് ഇപ്പം നമ്മൾ നോക്കുകയാണെങ്കിൽ നമ്മൾ അന്ന് ചെയ്ത പ്രവർത്തന ഫലമായിട്ട് ധാരാളം സഭകളും ശുശ്രൂഷന്മാരും ലീഡേഴ്സും അതുപോലെ തദ്ദേശീയരായിരിക്കുന്ന ഒട്ടനവധി ആളുകളെ വാർത്തെടുക്കാനും സുവിശേഷ പേരിക്ക് വേണ്ടി കൈത്താൻ കൊടുക്കുവാനും അവർ നിൽക്കുവാനുമൊക്കെ നമ്മളെ കൊണ്ട് സാധിച്ചു എന്നുള്ളത് വളരെ സന്തോഷമുള്ള കാര്യമാണ്, അല്ലേ? പിന്നീട് എന്നാണ് നാട്ടിലേക്ക് ഇങ്ങാനും ആ സമയത്ത് വന്നോ? എങ്ങനെയാണ് തുടർന്നുള്ള അവസ്ഥ? അത് ഇടയ്ക്ക് വിസിറ്റിങ്ങിന് വരും, അത്രേ ഉള്ളൂ. ഡാഡി മമ്മിയോട് കൊണ്ട് അങ്ങനെ വിസിറ്റിങ്ങിന് വരും. ഏതായാലും ദൈവകൃപയാൽ അവിടുത്തെ ലാംഗ്വേജ് അറിയാവുന്നതുകൊണ്ട് ഒത്തിരി പാട്ടുകളൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്യാൻ ഒക്കെ പറ്റി. അങ്ങനെ മിനിസ്ട്രി വൈസ്
അതായത് നമ്മുടെ മലയാളം പാട്ടുകളൊക്കെ ബംഗാളിയിലേക്ക് അല്ലെങ്കിൽ ഹിന്ദിയിലേക്ക് മാറ്റാനിടയായി. ICPF-ഉം IPC-യുടെയും പ്രവർത്തനങ്ങൾ വളരെയധികം വർദ്ധിച്ചു. IPC-ക്ക് ഇപ്പോൾ ഹൗസ് ചർച്ചസൊക്കെയാണ്, അറൗണ്ട് 100ഓളം സഭകൾ ആയി. പിന്നെ ICPF-ൻ്റെ മിക്കവാറും എല്ലാ സംസ്ഥാനങ്ങളിലും അവിടെ പ്രവർത്തനങ്ങളായി ലോക്കൽസ് ലീഡർഷിപ്പിലും വന്നു. മുമ്പേ ഓർപ്പിച്ച പോലെ ഏകദേശം ഒരു 12-ലധികം സംസ്ഥാനങ്ങളിൽ ഓടി നടന്ന് ശുശ്രൂഷ ചെയ്യുന്നു. അതോടൊപ്പം തന്നെ ലോക്കൽസിനെ, അതായത് തദ്ദേശീയരായ ആളുകളെ സുവിശേഷം പറഞ്ഞ് അവരെ രക്ഷിക്കപ്പെടുത്തുന്നു, അവരെ പിന്നീട് സുവിശേഷകരാക്കാൻ വേണ്ടിയുള്ള ഒരു പ്രയത്നം നടത്തുന്നു, സുവിശേഷകരാക്കുന്നു, അവർ ഗ്രാമങ്ങളിലേക്ക് പോകുന്നു, സഭകൾ സ്ഥാപിക്കുന്നു. അങ്ങനെ ഒരു വലിയ വിശാലമേറിയ ശുശ്രൂഷ കർത്താവ് ബംഗാളിൽ ചെയ്യിച്ചു. ഭാഷ നമുക്ക് നൽകി. അങ്ങനെ ബംഗാൾ, ഒഡീസ തൊട്ട് പലയിടത്തും 12 സംസ്ഥാനം നമ്മൾ പറഞ്ഞല്ലോ. അപ്പം അതിന് ശേഷമുള്ള ഒരു ജീവിതമുണ്ട്, പ്രത്യേകിച്ച് ഈ അവസ്ഥയിലേക്ക് മാറാനുള്ളത്, അല്ലേ? അതെ. അതെന്നായിരുന്നു? അത് 2018. 2018 ഒരു പ്രത്യേക സാഹചര്യത്തിൽ ഒരു വീഴ്ച സംഭവിക്കുകയും ഏകദേശം 12-ലധികം സ്റ്റേറ്റുകളിൽ തദ്ദേശീയരായിരിക്കുന്ന ഉത്തരേന്ത്യൻ ഗ്രാമങ്ങളിലും സംസ്ഥാനങ്ങളിലും കടന്നു ചെന്ന് ICPF-ൻ്റെയും ഇന്റർ കോളേജിയറ്റ് പ്രയർ ഫെലോഷിപ്പിൻ്റെയും ഇന്ത്യ പെന്തക്കോസ്റ്റ് ചർച്ച് ഓഫ് ഗോഡ് IPC-യുടെയും ഒരു സജീവ പ്രവർത്തനം എന്ന് പറഞ്ഞാൽ തദ്ദേശികരെ വാർത്തെടുക്കുകയും അവരെ സുവിശേഷ വേലയ്ക്ക് വേണ്ടി സജ്ജരാക്കുകയും അവരെ ട്രെയിൻ ചെയ്ത് സഭകൾ സ്ഥാപിക്കാൻ വേണ്ടി ഒരു മുൻനിരയിൽ നിന്ന് പ്രവർത്തിച്ച വ്യക്തിയായിരുന്നു ജോസഫ് ജോയ് എന്ന് അറിയപ്പെട്ട വ്യക്തി. പിന്നീട് തൻ്റെ ജീവിതത്തിൽ 2018 തനിക്കുണ്ടായിരുന്ന ഒരു ദുരന്തം എന്ന് നമുക്ക് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം. പക്ഷേ വളരെ പ്രതീക്ഷയോടും പ്രത്യാശയോടും കൂടിയാണ് താനത് പങ്കുവയ്ക്കുന്നത്. ആ സംഭവത്തിലേക്കാണ് നമ്മൾ ഇനി പോകുന്നത്. ദയവായി നിങ്ങളുടെ എല്ലാ കമൻറ്റുകൾക്കും എല്ലാ പ്രോത്സാഹനങ്ങൾക്കും നന്ദി പറയുന്നു. നമ്മൾ ഈ കേൾക്കുന്ന തീവ്രമായ ജീവിത അനുഭവങ്ങൾ ഏതെങ്കിലും ഒരു വ്യക്തിക്ക് ഒരു ആശ്വാസമായി തീർന്നെങ്കിൽ, സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് ഞാൻ പരാജയമാണോ, ഞാൻ തകർന്നു പോയല്ലോ, എനിക്ക് ഈ ദുരന്തങ്ങളൊക്കെ അതിന്മേൽ ഓരോരോ ദുരന്തങ്ങൾ കടന്നു വരുന്നത് എന്തുകൊണ്ടാണ്, ഞാൻ സുവിശേഷ വേലയ്ക്ക് ഇറങ്ങിയിട്ട് അല്ലെങ്കിൽ കർത്താവിന് വേണ്ടി നിന്നിട്ട്, അല്ല ഒരു വിശ്വാസിയായി കർത്താവിന് വേണ്ടി നിന്നിട്ട് എന്തുകൊണ്ട് സംഭവിക്കുന്നു എന്ന് നിങ്ങൾ ചോദിക്കുന്നെങ്കിൽ, വിശ്വാസ ജീവിതത്തെയും ശുശ്രൂഷയുടെയും നേരെ നിങ്ങളിൽ നിന്നും ഉരുത്തിരിയുന്ന ചോദ്യങ്ങൾ ഒരു വലിയ ചോദ്യചിഹ്നമായി നിങ്ങളുടെ മുമ്പിൽ പരാജയത്തിൻ്റെ ഭീഷണി മുഴക്കി നിൽക്കുന്നെങ്കിൽ, ഇനിയുള്ള അനുഭവങ്ങൾ നിങ്ങൾക്കൊരു വലിയ പ്രചോദനമാണ്, ഒരു ചാലക ശക്തിയായി ആ അനുഭവങ്ങൾ വർദ്ധിക്കും എന്നുള്ളതുകൊണ്ടാണ് ഞങ്ങൾ ഈ പ്രോഗ്രാം ജീവിതം പറയുമ്പോൾ കർത്താവിൻ്റെ ദാസൻ്റെ ഈ അനുഭവങ്ങൾ പങ്കുവയ്ക്കുന്നത്. നമുക്കിനി ഈ പ്രോഗ്രാം അതിൻ്റെ മറ്റൊരു തലമാണ് നമ്മൾ ഇനി കേൾക്കാൻ പോകുന്നത്. 2018 ആ അനുഭവം നമുക്ക് ചുരുക്കമായിട്ടൊന്ന് പങ്കുവയ്ക്കാം. 2018 ഒരു മിഡിലേക്ക് വന്നപ്പോഴാണ് എൻ്റെ വൈഫിന് വയറുവേദനയും ഒക്കെ വരുന്നത്. അപ്പോൾ ഞങ്ങൾ ഡോക്ടറിനെ കാണിച്ചു. 2 മക്കളും ഉണ്ട്, അവരെല്ലാം പഠിച്ചുകൊണ്ടിരിക്കുന്നു. മോന് ബാംഗ്ലൂരിൽ എഞ്ചിനീയറിങ് ചെയ്യുന്നു, മോൾ അവിടെ സ്കൂളിൽ പഠിക്കുന്നു. അവിടെ 12ാം ക്ലാസ്സിൽ നമ്മൾ സജീവമായി നിൽക്കുന്ന സമയമാണ്. ഞാൻ വളരെ ആക്റ്റീവായിട്ട് നിൽക്കുകയാണ്. ഇരിക്കാൻ സമയമില്ലാത്ത പോലെ ഓട്ടമാണ്. ആ സമയത്ത് ഇങ്ങനെ വേദന വന്നു, കാണിച്ചു, ഗൈനി പ്രോബ്ലമാണെന്ന് പറഞ്ഞു, ട്രീറ്റ്മെൻ്റ് ഒക്കെ ചെയ്യുന്നു, അങ്ങനെ പോകുന്നു. ഞാനും യാത്ര ചെയ്യുന്നു വരുന്നു. ഞാൻ അങ്ങനെ ആസാമിൽ പോയി 3 ദിവസത്തെ ബൈബിൾ ക്ലാസ് എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് വൈഫ് പറയുന്നത് വയ്യ, ഛർദിലുമൊക്കെ ആയിട്ട് ഒട്ടും വയ്യാതിരിക്കുന്നു. അപ്പം അങ്ങനെ നാട്ടിലേക്ക് വിളിച്ച് ഒക്കെ സംസാരിച്ചപ്പോൾ ഇവിടുന്ന് അളിയന്മാരൊക്കെ പറഞ്ഞു, ഇങ്ങനെ വാ, ഇവിടെ വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യാമെന്നോ. അപ്പോൾ എന്നോട് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു ഓക്കെ, ഞാൻ വരട്ടെ, വന്നിട്ട് പോകാമെന്ന് പറഞ്ഞു. എന്നിട്ട് വന്നിട്ട് ഞാൻ ടിക്കറ്റ് എടുത്തു, വൈഫിന് ഇങ്ങോട്ട് അയച്ചു. കാരണം എനിക്ക് വരാൻ പറ്റിയില്ല, കാരണം എൻ്റെ പേരൻസ് ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നു ആ സമയത്ത്. എന്ന് മാത്രമല്ല എനിക്ക് മിനിസ്ട്രിയൽ കമ്മിറ്റ്മെൻറ്റ്സ് ഉള്ളതുകൊണ്ട് ഞാൻ അവിടെ നിന്നു, വൈഫിനെ ഒറ്റയ്ക്ക് വിട്ടു. ഇവിടെ വന്ന് ചെക്കപ്പ് ചെയ്തപ്പോഴാണ് പറയുന്നത് ഗൈനിയല്ല, ഗ്യാസ്ട്രോ നോക്കി. അപ്പം പറഞ്ഞാൽ ലാർജ് ഇൻറ്റെസ്റ്റൈനിൽ ട്യൂമറുണ്ടെന്ന് പറഞ്ഞു, ഓപ്പറേഷൻ വേണമെന്ന് പറഞ്ഞു. അപ്പം ഞാൻ വരണം. അങ്ങനെ പിന്നെ ഞാൻ അവിടെ നിന്ന് വന്നു. മോൾ അവിടെ ഒറ്റയ്ക്ക്, പേരൻസിനെ
സിസ്റ്റർ അങ്ങ് കൊണ്ടുപോയി. മോൾക്ക് ക്ലാസ്സും ഒക്കെ ഉള്ളതുകൊണ്ട് അവിടെ നിന്നു. ഞാനിവിടെ വന്നപ്പോൾ ഡോക്ടർ പറഞ്ഞു ലാർജ് ഇൻറ്റസ്റ്റൈനിലൊരു ട്യൂമറുണ്ട്, പാൻക്രിയാസിൽ ചെറുതുണ്ടെന്ന് തോന്നുന്നു, ലിവറിലേക്കൊന്നും ഉണ്ടെന്ന് തോന്നുന്നു, കുഴപ്പമില്ല, അതൊക്കെ റിമൂവ് ചെയ്യാം. ഡോക്ടറോട് ചോദിച്ചു, ഡോക്ടർ ഇതിനു മുമ്പ് ഇങ്ങനത്തെ ഓപ്പറേഷനൊക്കെ ചെയ്തിട്ടുണ്ടോ? ആ ചെയ്തിട്ടുണ്ട്, സക്സസ്ഫുള്ളാണ്, കുഴപ്പമില്ല. ഒരു ചെറിയ പ്രശ്നം പാൻക്രിയാസിൽ ചെയ്ത് കഴിയുമ്പോൾ അത് ഹീൽ ചെയ്യാൻ ഇച്ചിരി സമയമെടുക്കും, അത്രയേ ഉള്ളൂ എന്ന് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്യുന്നെന്ന് ഓപ്പറേഷൻ തിയേറ്ററിൽ കയറ്റി. കുറച്ച് കഴിഞ്ഞപ്പോൾ വിളിച്ചേച്ചും പറഞ്ഞു ട്യൂമർ മൊത്തം സ്പ്രെഡായിട്ടുണ്ട്, അതുകൊണ്ട് ഒന്നും ചെയ്യാനില്ല, ഞങ്ങൾ ആ ബ്ലോക്ക് ആയിരിക്കുന്ന സ്ഥലത്ത് ഒരു ചെറിയ ബൈപ്പാസ് ചെയ്ത് വിടാം, അല്ലാണ്ട് ഒന്നും ഞങ്ങൾ റിമൂവ് ചെയ്യുന്നില്ല, നിങ്ങൾ ഇത് കഴിഞ്ഞിട്ട് പോയി കീമോ ചെയ്യണം. 4th സ്റ്റേജാണ് ക്യാൻസറിൻ്റെ 4th സ്റ്റേജ്. അങ്ങനെ ഓപ്പറേഷൻ കഴിഞ്ഞ് പിന്നെ ഞങ്ങൾ രാജഗിരിയിലാണ്, എവിടെയായിരുന്നു? PVS ഹോസ്പിറ്റൽ. ഓക്കെ. അവിടുന്ന് ഞങ്ങൾ പിന്നെ പല ഓങ്കോളജിസ്റ്റിനെ പോയി കണ്ട്. എല്ലാവരും തന്നെ പറഞ്ഞത് 6 മാസമേ കഷ്ടിച്ച് ജീവിക്കത്തുള്ളൂ, അത്രയേ ഉള്ളൂ. ഇങ്ങനത്തെ ഉള്ള കേസ് ഒരു ചെറിയ ശതമാനം 10% വല്ലതും കുറച്ചുകൂടി അധികം ജീവിച്ചു എന്ന് വരും. പക്ഷേ മാക്സിമം 90% 6 മാസമേ ജീവിക്കത്തുള്ളൂ എന്ന് പറഞ്ഞു. അത് മുഖത്ത് നോക്കിയാ പറയുന്നത്. അത് ശരി. അറിയാലോ രക്ഷയില്ലെന്ന്. അപ്പോൾ ഇതൊക്കെ നമുക്ക് ഒരു ഹെൽപ്ലെസ് സിറ്റുവേഷൻ, ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു സിറ്റുവേഷൻ അവസ്ഥയാണ്. പക്ഷേ ഈ സംഭവങ്ങളൊക്കെ ലോകം മുഴുവൻ അന്ന് സ്പ്രെഡ് ആയിരുന്നു. പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒട്ടനവധി ആളുകൾ, ലോകം മുഴുവനുള്ള ആളുകൾ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഈ കാര്യങ്ങൾ ചെറിയാൻ പാസ്റ്ററും അല്ലാതെയും ഒക്കെ ഒട്ടനവധി ആളുകൾ വിളിച്ചു പറയുകയും. അതെ അതെ, ഞാനിത് പറയാൻ കാര്യം, പിന്നീട് ബാബുചെറിയാൻ പാസ്റ്ററുടെ, നിങ്ങൾ കൽക്കട്ടയിലേക്ക് പിന്നീട് പോകുമ്പോൾ താൻ ലോക സുവിശേഷ വേദികൾ, പിസിനാക്ക് പോലുള്ള അല്ലെങ്കിൽ വലിയ വലിയ കോൺഫറൻസുകളിൽ അവർ ഈ പാസ്റ്റർ ജോജുവിൻ്റെയും വിജിയുടെയും വിശേഷങ്ങളെക്കുറിച്ച് അന്വേഷിച്ച് താൻ പരസ്യമായിട്ട് ഈ കാര്യങ്ങളൊക്കെയും ഈ സാക്ഷ്യം പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. അവരിപ്പോൾ സന്തോഷമായിരിക്കുന്നു, ഡോക്ടർമാർ വിധി എഴുതി ഇനി 6 മാസമേ ഉള്ളൂ, പക്ഷേ ഇന്ന് അവർ ജീവനോടുകൂടി ഇരിക്കുന്നു എന്ന് പറഞ്ഞു. ആ സാക്ഷ്യം ഞാൻ കേട്ടിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ എടുത്തു പറയാനിടയായത്. തുടർന്ന് അപ്പോൾ ഇവിടെ RCC പോയി ഡേറ്റ് എടുത്തു. കുറച്ച് ദിവസങ്ങളുണ്ടെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ ഞാൻ വിചാരിച്ചു കൽക്കട്ടയിലേക്ക് പോകാം, അവിടെ ചുമ്മാ ഇട്ടേച്ചുവാ വന്നേക്കുന്നത്, മോള് അറിയത്തില്ല എന്തോ ആണെന്ന്, മമ്മിക്ക് എങ്ങനെയാ എന്തോന്നറിയില്ല എന്ന് മാത്രമല്ല മോള് വളരെ ഡെലിക്കേറ്റ് ആയിട്ടുള്ള ആളായിരുന്നു. അത് കഴിഞ്ഞ് ദൈവം വളരെ ബലപ്പെടുത്തി. പക്ഷേ ആ സമയത്ത് വളരെ ഡെലിക്കേറ്റ് ആയിരുന്നു. ഞങ്ങളെ വിട്ട് താമസിച്ചിട്ടില്ല. പരീക്ഷയൊക്കെ വന്നാൽ ഞാൻ കൂടെ ഇരിക്കണം, പനിയൊക്കെ വരും, അങ്ങനത്തെ ഒക്കെ ആളായിരുന്നു. അപ്പോൾ അവളവിടെ ഒറ്റയ്ക്കായിരുന്നു. അപ്പോൾ അവളെ ഒന്ന് സമാധാനപ്പെടുത്തി പറഞ്ഞിട്ട് വരാമെന്ന് വിചാരിച്ചു. അങ്ങനെ കൽക്കട്ടയ്ക്ക് പോയി. കൽക്കട്ടയിൽ ചെന്ന് കഴിഞ്ഞപ്പോഴാണ് ഇവിടെ ഫാദർ ഇൻ ലോ മരിച്ചത്. അത് ശരി. അപ്പോൾ പിന്നെ ഫ്യൂണറലിന് വരണം. അതിന് ഞാനും മോളും കൂടെ പിന്നെ ഇങ്ങോട്ട് വരാനായിട്ട് ടിക്കറ്റ് ബുക്ക് ചെയ്തു. പുറപ്പെടുന്ന അന്ന് രാവിലെ ഞാൻ ഒന്ന് കുളിക്കാൻ കയറി. ശരി. ആ കുളിക്കാൻ കയറി ബാത്റൂമിലാണ് ഞാൻ വീഴുന്നത്. എങ്ങനെയാണെന്ന് അറിയത്തില്ല, കാല് തെന്നുന്ന പോലെ ഒരു ചെറിയ ഓർമ്മയുണ്ട്. അത് എന്ത് കാരണം കൊണ്ടാണെന്നറിയില്ല. കാരണം ഈ ടെൻഷനും ഇതും എല്ലാം കൂടെ ചിലപ്പോൾ പ്രഷർ അപ്പ് ഡൗൺ ആയി കാണുമായിരിക്കും, അതുമായിരിക്കാം ഒക്കെ വീണത്. ആ വീണ സമയത്തായിരിക്കും ചിലപ്പോൾ കാല് തെന്നുന്ന പോലെ തോന്നിയത്. അങ്ങനെ വീണു. അത് കഴിഞ്ഞിട്ട് ഓർമ്മ, മോള് പുറത്തുനിന്ന് ഒച്ച വെക്കുന്നു, ചോദിക്കുന്നു പപ്പയെ എന്ത് പറ്റി, വീണോ എന്നൊക്കെ ചോദിക്കുന്നു. നമുക്ക് എഴുന്നേക്കാൻ പറ്റാത്തൊരവസ്ഥയായി. അപ്പം ഞാൻ പറഞ്ഞു മോളെ ഞാൻ വീണു. മോള് പറഞ്ഞു എഴുന്നേറ്റ് വാതിൽ തുറക്കാൻ പറഞ്ഞു. ഞാൻ പറഞ്ഞു മോളെ എഴുന്നേക്കാൻ വയ്യ എനിക്ക്, നീ ഒരു കാര്യം ചെയ്യ്, ആൾക്കാരെ വിളിക്ക്, പാസ്റ്ററിനെ വിളിക്ക്, എല്ലാവരെയും വിളിക്ക്, വാതിൽ പൊളിക്കണമെന്ന് പറഞ്ഞു.
അപ്പം ആ സമയത്ത് എനിക്ക് കൈയുണ്ടോ കാലുണ്ടോ അറിയില്ല, നിശ്ചലമായിപ്പോയി. നിശ്ചലമാണ്, ഒരു സെൻസേഷൻ ഇല്ല. സെൻസേഷൻ നഷ്ടപ്പെട്ടു പോയി പെട്ടെന്ന്. കൈ ഉണ്ടായിരുന്നു എന്നറിയാം, പക്ഷെ അപ്പം ഉണ്ടോ എന്ന് അറിയില്ല. ഓ ശരി. കാരണം ഫുൾ സെൻസേഷൻ പോയി. സ്പൈനലിൽ തല മാത്രം അനങ്ങുന്നുണ്ട്. സംസാരശേഷിയുണ്ട്, കുഴപ്പമില്ല. സംസാരശേഷിയുണ്ട്, കുഴപ്പമില്ല. പിന്നെ അവർ വാതിൽ പൊളിക്കുമ്പോഴും ഞാൻ ഫുൾ ഇൻസ്ട്രക്ഷൻ കൊടുക്കുന്നുണ്ട്. കാരണം വാതിലിൻ്റെ അവിടെ തല കിടക്കുന്നത്. ഓ ശരി. അവർ പൊളിച്ച് നമ്മുടെ തലയിലിട്ടിടിച്ചാൽ ഉള്ളത് കൂടെ പോയില്ലേ. അതെ അതെ. അപ്പം ഏതായാലും ഇൻസ്ട്രക്ഷനൊക്കെ കൊടുത്തവർ എല്ലാം ചെയ്തു പോരി വാരി നമ്മളെ ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേന് എനിക്ക് ശ്വാസം മുട്ടൽ വന്നു. ഓക്സിജൻ തന്നു. അത് കഴിഞ്ഞ് പിന്നെ വെൻറ്റിലേറ്റർ കൊടുത്തേണ്ടി വന്നു. അങ്ങനെ വെൻറ്റിലേറ്ററിലിട്ടു. ഡോക്ടർമാർ വന്ന് കയ്യിലും കാലിലും ഒക്കെ വരച്ചൊക്കെ നോക്കും. ഒരു സെൻസേഷനും ഇല്ല, ഒന്നുമില്ല. കഴുത്തയിലൊരു ഫ്രാക്ചർ ഉണ്ടായിരുന്നു. ഇത് ഏത് വർഷമാണ് സംഭവിക്കുന്നത്? ഇത് എനിക്ക് സംഭവിച്ചത് 2018 ജൂലൈ 19 ഇത് സംഭവിക്കുന്നത്. ഹോസ്പിറ്റലിൽ പിന്നെ നമ്മൾ അവിടെ വെന്റിലേറ്ററിലായിരുന്നു. 14 ദിവസം ഞാൻ വെന്റിലേറ്ററിലായിരുന്നു. ജീവിക്കൂല എന്നുള്ള സിറ്റുവേഷനാണ്. അപ്പോഴത്തേന് ഈ വിവരം അങ്ങ് കാറ്റ് പോലെ ലോകം മുഴുവൻ പറഞ്ഞു. കാരണം ഒന്ന്, എൻ്റെ വൈഫ് ഇങ്ങനെ 4ാമത്തെ സ്റ്റേജിൽ ക്യാൻസറിൻ്റെ ഏറ്റവും മൂർധന്യ അവസ്ഥയിലായിരിക്കുന്നു. 6 മാസമേ ജീവിക്കത്തുള്ളൂ എന്ന് പറയും ഡോക്ടർമാർ വിധി എഴുതി. രണ്ടാമത്തെ ഞാൻ ഇപ്പം തീരും എന്നുള്ള കണ്ടീഷൻ. ഈ രണ്ട് അവസ്ഥയെക്കുറിച്ച് ലോകം മുഴുവൻ പ്രാർത്ഥനയ്ക്ക് വേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ്. ലോകം മുഴുവനും പ്രാർത്ഥിക്കാൻ തുടങ്ങി. അത് വല്ലാത്തൊരു കണ്ടീഷനാണ്. മോള് പറഞ്ഞല്ലോ എങ്ങനത്തെ മോളായിരുന്നു. അത് മനസ്സിലായി. അവളവിടെ ഒറ്റയ്ക്ക് അവൾക്ക് എല്ലാവരും പറയുന്നത് പപ്പയോടൊന്നും പറയില്ല മോളെ, അമ്മയോടൊന്നും പറയരുത്. അപ്പോൾ പപ്പയുടെ കാര്യം അമ്മയോടും പറയാൻ പറ്റത്തില്ല, അമ്മയുടെ കാര്യം പപ്പയോടും പറയാൻ പറ്റത്തില്ല, അവളുടെ കാര്യം ആരോടും പറയാൻ പറ്റില്ല. അവളാണെങ്കിൽ സ്കൂളിൽ പ്രിഫെക്റ്റുമാണ്. അപ്പോൾ അതിൻ്റെ റെസ്പോൺസിബിലിറ്റിയും കാര്യങ്ങളും ഉണ്ട്. എല്ലാ രീതിയിലും മക്കളും എല്ലാവരും തന്നെ പ്രഷറിൽ. മോന് എവിടെയായിരുന്നു? മോന് ബാംഗ്ലൂർ പഠിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഒരു കുടുംബം മുഴുവൻ ഈ ദുരന്തം എന്ന് നമ്മൾ ആ വാക്ക് ഉപയോഗിക്കുന്നില്ല, പക്ഷേ ഈ പ്രത്യേക ഒരു ഘട്ടത്തിലൂടെ കടന്നു പോവുകയാണ്. മാനസികമായും ശാരീരികമായും എല്ലാം നിലയും. മോനെ പിന്നെ ഇങ്ങോട്ട് കൊണ്ടുവരണ്ടെന്ന് പറഞ്ഞു. അവിടെ കണ്ടിന്യൂ ചെയ്യുക പഠിക്കാൻ. കാരണം ഇവിടെ വന്നിട്ട് ഈ ടെൻഷനും ഇതും എല്ലാം കണ്ട് അതിനെക്കാട്ടി നല്ല അവിടെ തന്നെ കണ്ടിന്യൂ ചെയ്യുക. അപ്പോൾ അങ്ങനെ മോനെ ഇങ്ങോട്ട് കൊണ്ടുവന്നില്ല. പിന്നെ എനിക്ക് സംസാരിക്കാൻ പറ്റുന്നില്ല, കണ്ണ് മാത്രം അനക്കും, തല അനക്കും. ഓരോരുത്തർ വന്ന് ചോദിക്കും, ഞാൻ തല അനക്കി ഉത്തരം കൊടുക്കും, അത്രയേ ഉള്ളൂ. ഒത്തിരി പേര് വന്നു പോയി, എന്നാൽ എല്ലാവരെയും ഒന്നും റെക്കഗ്നൈസ് ചെയ്യാൻ പോലും പറ്റുന്നില്ല. അപ്പോൾ അവിടുത്തെ ഡിസ്കഷൻ ഇവർ രണ്ടുപേരും തീർന്നു പോവും. ഇനി കുഞ്ഞുങ്ങളുടെ എന്താവും, അവരുടെ ഭാവി എന്താകും, അതൊരു ചർച്ച നടന്നുകൊണ്ടിരിക്കുക. അവരെക്കുറിച്ച് എന്നാ ചെയ്യേണ്ടി എന്തുവാന്നുള്ള കാര്യം നോക്കും. അവരുടെ ഭാവി എന്തായിത്തീരും, എങ്ങനെയായിരിക്കണം. അപ്പം അതൊക്കെ ഡിസ്കഷനിൽ വന്നു. കാരണം ഓർമ്മശക്തി ഉണ്ടായിരുന്നല്ലേ ആ സമയത്ത്? ഉണ്ട്, നേരിയ ഓർമ്മശക്തി ഉണ്ട്. അപ്പോൾ ആ സമയത്ത് ഈ കുഞ്ഞുങ്ങളുടെ കാര്യം ഇങ്ങനെയാണ്, വൈഫിൻ്റെ കാര്യം ഇങ്ങനെയാണെന്നൊക്കെ ചിന്തിച്ചിരുന്നു ആ സമയത്ത്? ചിന്തിച്ചില്ല. വീഴുന്നവരെ ഭയങ്കര ടെൻഷനായിരുന്നു. ഓ ശരി. എന്തായി നാളെ എന്തായി അല്ല, എന്ത് ചെയ്യണം. ഓ ശരി. ഈ അവസ്ഥ എന്നുള്ളത് ദൈവം നോക്കും. പക്ഷേ എന്ത് ചെയ്യണം ഇനി എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, ഈ സിറ്റുവേഷൻ എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, വൈഫിൻ്റെ കാര്യം എങ്ങനെ ഹാൻഡിൽ ചെയ്യണം, മക്കളുടെ കാര്യം എങ്ങനെയാണ് എന്ന് മാത്രമല്ല. എനിക്ക് ആംഗ്ലോസിസ് സ്പോണ്ടിലോസിസ് വന്ന് സ്റ്റിഫ് നെക്കാ, ഈ സ്പൈന് സ്റ്റിഫാ, അതിൻ്റെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ശരി. നടുവേദനയൊക്കെ ഉണ്ട്. അതിൻ്റെ കൂടെയാണ് ഞാൻ ഈ മിനിസ്ട്രിയും കാര്യങ്ങളും എല്ലാം, ഈ യാത്രയും ഓട്ടോ എല്ലാം. ശരി. അപ്പോൾ അങ്ങനത്തെ ഒരു സ്ഥിതിയിൽ എനിക്ക് എങ്ങനെ ഹാൻഡിൽ ചെയ്യാൻ പറ്റുമെന്ന് പറയും. ഞാൻ ഇച്ചിരി നേരമൊക്കെ നിന്ന് കഴിഞ്ഞിട്ട് പിന്നെ കിടക്കണം. ശരി. ഞാൻ കിടന്നു വരെ ബൈബിൾ ക്ലാസ് എടുത്തിട്ടുണ്ട്. ശരി. പക്ഷേ ഈ സിറ്റുവേഷനൊക്കെ ഇങ്ങനെ പ്രതികൂലമാണ്, ചുറ്റുപാടും സാഹചര്യങ്ങളും എല്ലാം
നമ്മുടെ കൂടെ നിൽക്കുന്നവരും സാഹചര്യമെല്ലാം പ്രതികൂലമാണെങ്കിലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദൈവം നൽകിയ പ്രകാശം നഷ്ടപ്പെട്ടു പോകാതെ മറ്റുള്ളവർ പകരാനുള്ള ഒരു വലിയ വലിയ ആഗ്രഹം നമുക്കുണ്ടായിരുന്നു. എനിക്ക് ഞാൻ പറയട്ടെ, എൻ്റെ ഇങ്ങനത്തെ നമ്മളൊരു പ്രതിസന്ധി നമ്മൾ വരുമെന്നൊന്നും നമ്മൾ ചിന്തിച്ച് പ്രിപ്പയർഡ് ആകുകയല്ലോ. അതെ 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 വന്ന് ഭവിക്കുന്നതാണ് ഇതൊക്കെ. വന്ന് ഭവിക്കുന്നതാണല്ലോ. ഭവിച്ച് കഴിയുമ്പോഴാണ് ഇതെങ്ങനെ ഡീൽ ചെയ്യണമെന്ന് ചിന്തിക്കുന്നത്. അതെ, എന്നെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നത്, ഞാൻ പുറകോട്ട് ചിന്തിച്ചാൽ, ഞാൻ ഈ ബിബ്ലിക്കൽ പ്രിൻസിപ്പിൾസ് പഠിക്കുകയും അപ്ലൈ ചെയ്യാനായിട്ട് ശീലിച്ചുകൊണ്ടിരുന്നത് കൊണ്ടാണ് എൻ്റെ ഫൗണ്ടേഷൻ സ്ട്രോങ് ആകാനിടയായത്. അപ്പോൾ പാറമേൽ കാറ്റടിച്ചാലും വീഴുന്ന പറയുന്നത് അതൊരു കാരണമായിരിക്കാം മെയിനായിട്ട് ഈ പ്രതിസന്ധിയിലൊക്കെ ഇങ്ങനെയാണെങ്കിൽ പോലും നിൽക്കാനിടയായി തീർന്നത്. ഈ 2018 ജൂലൈ 19 ഇങ്ങനൊരവസ്ഥയിലേക്ക് വന്നു. അതിനുശേഷം ഈ വീൽ ചെയറിലാണ് ജീവിതം, അല്ലേ? കട്ടിലായിരുന്നു, മൊത്തം കട്ടിലായിരുന്നു. വീൽ ചെയറിലേക്ക് മാറിയെന്നാണ് ഈ വർഷമാണ് ആരംഭത്തിലാണ്, അല്ലേ? ജീവിതത്തിൻ്റെ ഒരു വ്യക്തിയുടെ സകല ആവശ്യങ്ങളും, ദൈനംദിന ആവശ്യങ്ങളും എല്ലാം കട്ടിൽ തന്നെയാണ്. ഇതോടൊപ്പം തന്നെ മറ്റൊരു മുറിയിൽ, അല്ലെങ്കിൽ ഒപ്പം ഈ വളരെ വേദനയോടും ഈ ക്യാൻസറിൻ്റെ 4ാം സ്റ്റേജ് കഴിഞ്ഞ് 6 മാസം ജീവിക്കൂ എന്ന് പറഞ്ഞ സഹധർമ്മിണി കൂടെ, അല്ലേ? ഞങ്ങൾ പിന്നെയും ഒരുമിച്ചാകുന്നത് 1.5 വർഷം ശേഷമാണ്. അത് ശരി. ഞങ്ങൾ കുടുംബം 4 ചിതറിക്കിടക്കുക. അത് പിന്നെ ഒരുമിച്ച് ആകാൻ തന്നെ സമയമെടുത്തു. സിറ്റുവേഷൻ ഭയങ്കര മോശമായിരുന്നു. ഞാനങ്ങ് പോകുന്നുള്ള സ്ഥിതിയായിരുന്നു. 10 മാസം ഞാൻ സംസാരിച്ചിട്ടില്ല. ബെഡ് സോർ വന്ന് അതിനകത്തൊരു കൈവരെ കയറിപ്പോവും. ഭയങ്കര നാറ്റം. ആൾക്കാർക്ക് എൻ്റെ അടുത്ത് അടുക്കാൻ പറ്റില്ല. അങ്ങനത്തെ സ്ഥിതി കിടന്നത്. ആൾക്കാർ പറഞ്ഞ് ജീവിക്കൂലെന്ന് പറഞ്ഞാ. ഇന്നിപ്പോൾ ഈ ഇൻ്റർവ്യൂ തരുന്നതിൻ്റെ കാരണം ജനങ്ങളുടെ പ്രാർത്ഥനയാണ്. തീർച്ചയായിട്ടും. പ്രിയ പ്രേക്ഷകരോടായി ഞങ്ങൾ ഒരു കാര്യം കൂടി പറയുന്നു. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഒരു സാധാരണ വ്യക്തിയുടെ, അല്ലെങ്കിൽ ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ സാധാരണമായി സംഭവിക്കുന്ന ഏതെങ്കിലും ദുരന്തങ്ങളോ ഏതെങ്കിലും അനുഭവങ്ങളോ അല്ല. അതിനുപരി ഒരു കുടുംബത്തിന് വന്ന് ഭവിച്ച വലിയ വ്യഥകളുടെ ഒരു വിവരണമാണ് ഇപ്പോൾ നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മൾ കേട്ടതുപോലെ ഒരു കൈയൊക്കെ ശരീരത്തിൻ്റെ ഭാഗങ്ങളിലേക്ക് കയറിപ്പോവുക, ദുർഗന്ധം കൊണ്ട് ആരും അടുക്കാതിരിക്കുക, 4 പാടും ചിതറിപ്പോയ കുടുംബം, ക്യാൻസറിൻ്റെ മൂർധന്യ 4ാം സ്റ്റേജിൽ 6 മാസം മാത്രം ജീവിക്കുമെന്ന് പറയുന്ന സഹധർമ്മിണിയുടെ അവസ്ഥ, വിദ്യാഭ്യാസം ചെയ്യുന്ന കുഞ്ഞുങ്ങൾ, അവരുടെ മാനസികാവസ്ഥ, ഒരു ബെഡിൽ കിടന്ന് സംസാരിക്കാൻ പോലും കഴിയാതെ, ഒരു വാക്ക് പോലും ഉരുവിടാതെ 1 വർഷം കിടക്കുക, ഇതൊക്കെ ഒരു സാധാരണ വ്യക്തിക്ക് എങ്ങനെ താങ്ങാൻ കഴിയും? അവിടെയാണ് ക്രിസ്തീയ മൂല്യങ്ങളുടെയും അടിസ്ഥാനപരമായി ഒരാൾ ക്രിസ്തുവിൽ വിശ്വസിച്ച് ഉറച്ചു കഴിഞ്ഞാൽ, വേദപുസ്തക സത്യങ്ങൾ ശരിയാണെന്നും അവൻ അടിസ്ഥാനപരമായി വേദപുസ്തക ഉപദേശങ്ങളും ക്രിസ്തീയ മൂല്യങ്ങളും ഉള്ളിൽ നിറഞ്ഞു കഴിഞ്ഞാൽ, അത് അനുസരിച്ച് കഴിഞ്ഞാൽ, ക്രിസ്തുവിനെ മാറോട് ചേർത്ത് പിടിച്ചു കഴിഞ്ഞാൽ, ഇതൊക്കെയും തരണം ചെയ്യാനുള്ള ഒരു വലിയ ആർജവമുണ്ടാകും, ഒരു ധൈര്യമുണ്ടാകും എന്നതിൻ്റെ പ്രത്യക്ഷ തെളിവാണ് ദുരന്തങ്ങളുടെ മേൽ ദുരന്തം. ആ വാക്ക് ഞാൻ കടമെടുത്തുകൊണ്ട് ഒന്നുകൂടി സമയോചിച്ചുകൊണ്ട് ആ വാക്ക് ഉപയോഗിക്കുകയാണ്. ദുരന്തങ്ങളുടെ മേൽ ദുരന്തങ്ങൾ, വേലിയേറ്റങ്ങളും വേലിയിറക്കങ്ങളുമായി ദുരന്തങ്ങളുടെ മേൽ ദുരന്തങ്ങൾ വരുന്ന ഈ പ്രത്യേക സാഹചര്യത്തിലും ഇപ്പോൾ ഈ വീൽ ചെയറിൽ ഇരുന്ന് നിങ്ങളോട് സംസാരിക്കുന്ന കർത്താവിന്റെ ദാസൻ പാസ്റ്റർ ജോജു തൻ്റെ ജീവിതത്തിൻ്റെ അനുഭവങ്ങളാണ് നമ്മളോട് പങ്കുവയ്ക്കുന്നത്. ഇത് നിങ്ങൾക്ക് ഒരു പാഠമാണ്, നിങ്ങൾക്ക് ഒരു പ്രത്യാശയുടെ നങ്കൂരമിടാൻ നിങ്ങൾക്കൊരു പിടിവള്ളിയാണ്. നിങ്ങൾ നിരാശയോടും വേദനയോടും ദുഃഖത്തോടും കൂടിയാണെങ്കിൽ ഈ പ്രോഗ്രാം കാണുമ്പോൾ ദയവായി നിങ്ങൾ മറ്റുള്ളവർ പറയുക, ഇതൊന്ന് കാണുക, ഈ പ്രോഗ്രാം ഒന്ന് കാണുക, ഈ അനുഭവങ്ങളൊന്ന് കേൾക്കുക. ദൈവം ജീവിക്കുന്നൊരു ദൈവമുണ്ട്. ഒരു വ്യക്തിയെ എങ്ങനെയാണ് ദൈവം നടത്തുന്നതെന്ന് നിങ്ങൾക്കറിയാൻ പറ്റും എന്ന് നിങ്ങൾ മറ്റുള്ളവരുമായി ഒന്ന് പങ്കുവയ്ക്കണം. നിങ്ങൾക്ക് ഇതിൻ്റെ മറ്റൊരു ഭാഗം കൂടി നമുക്ക് കേൾക്കാം. തുടർന്ന് എങ്ങനെയായിരുന്നു? അന്ന് വരെ നമ്മൾ ഡിപ്പെൻഡൻ്റ് അല്ല, പക്ഷേ ഇതായി കഴിഞ്ഞാൽ പിന്നെ ഫുള്ളി ഡിപ്പെൻഡൻ്റാണ്.
മൂക്ക് ചൊറിയണമെങ്കിലും ആരെങ്കിലും സഹായം വേണം. ഒരു തുള്ളി വെള്ളം വേണമെങ്കിൽ അത് സഹായം വേണം. ഭക്ഷണം കഴിക്കണ സഹായം. ഒരു കാര്യം പറഞ്ഞ് ബോധിപ്പിക്കാൻ ബുദ്ധിമുട്ടാണ്, സമയമെടുക്കുകയല്ല. എനിക്ക് സംസാരിക്കാൻ പറ്റില്ല. ഓ ശരി. എഴുതി പറയാനും പറ്റില്ല, സംസാരിക്കാനും പറ്റില്ല. അപ്പം എൻ്റെ ചുണ്ടനങ്ങുന്ന കണ്ടാണ് ആൾക്കാർ മനസ്സിലാക്കേണ്ടത്. അത് പലരും മനസ്സിലാക്കാൻ പറ്റില്ല. ചിലർ വന്ന് തലയനക്കും, മനസ്സിലായി എന്ന് പറയും. പക്ഷെ അവർക്ക് ആ അനക്കുന്ന കാണുമ്പോൾ തന്നെ നമുക്കറിയാം മനസ്സിലായില്ലെന്ന്. നമ്മൾ അരമണിക്കൂർ പറഞ്ഞ് ശ്രമിച്ചിട്ടും അവർക്കൊന്നും മനസ്സിലാവില്ല. ഇതൊക്കെ വളരെ നിരാശകരമായ സിറ്റുവേഷനാണ്. എന്ന് മാത്രമല്ല, നമ്മുടെ സിറ്റുവേഷൻ ബെഡ്സോറും ഇതും എല്ലാം വന്ന് കിടക്കുന്നതാണല്ലോ. നമ്മളെ എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും, എല്ലാവരും സ്നേഹിക്കുന്നവർ തന്നെയാണ്. അതെ. എത്ര സ്നേഹിക്കുന്നവരാണെങ്കിലും അവർക്കും അവരുടേതായിട്ടുള്ള ബുദ്ധിമുട്ടും പ്രയാസങ്ങളും ഉണ്ട്. അതിൻ്റെ പുറത്താണ് നമ്മളെ കെയർ ചെയ്യുന്നത്. എപ്പോഴെങ്കിലും ഒരു ചെറിയ ഒരു വാക്ക് അവൻ്റെ വായിൽ നിന്ന് പുറപ്പെട്ടാൽ അത് നമ്മളെ ഒത്തിരി വേദനിപ്പിക്കും. ഇങ്ങനെ ആയതുകൊണ്ടല്ലേ ഇതൊക്കെ കേൾക്കേണ്ടി വരുന്നേ. അപ്പോൾ ഇതിനെക്കാട്ടി നല്ലത് പോകുന്നതാ. അപ്പോൾ അങ്ങനത്തെ പല സിറ്റുവേഷനിൽ കൂടെയും നമ്മൾ കടന്നു. നമ്മൾ ശാരീരികമായി തകർന്നു പോവുക മാത്രമല്ല, മാനസികമായി നമ്മൾ തകർന്നു പോവുകയാണ്. ഇതുപോലെ തകർന്നു കിടക്കുന്ന അനേകരുടെ കണ്ടു. നമ്മൾ ഈ ഫിസിയോതെറാപ്പിക്കൊക്കെ പോകുമ്പോൾ, കോയമ്പത്തൂരിൽ പോയപ്പോൾ അവിടെ എല്ലാം ഇതുപോലെ തന്നെയാണ്. 12 വർഷം 6 വർഷം ഒക്കെ പഴക്കമുള്ള ആൾക്കാരാണ്. ഫ്രസ്ട്രേറ്റഡ് ആൾക്കാർ. അതെ. ഇപ്പോൾ പ്രത്യേകിച്ച് ഈ ലോക്ക്ഡൗണിൻ്റെ പീരീഡിൽ നിസാരമായ കാര്യങ്ങളിൽ ഏറ്റവും കൂടുതൽ ആത്മഹത്യകളും ഏറ്റവും കൂടുതൽ ദുരന്തങ്ങളും മനുഷ്യന് പേറിയത്, അല്ലെങ്കിൽ മനുഷ്യൻ അതിലൂടെ കടന്നു പോകുന്നു എന്ന് ഭയപ്പെട്ടത്, ഡിപ്രഷനിലേക്ക് പോയത്, ഫ്രസ്ട്രേറ്റഡ് ആയത് ഈ കാലഘട്ടം നിസാര കാര്യങ്ങളിലൂടെയാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ ഈ അവസ്ഥയിലൂടെ കടന്നു പോകുന്ന വ്യക്തിയുടെ ഒരു മാനസികാവസ്ഥ നമുക്ക് ഊഹിക്കാൻ കഴിയുന്നേ ഉള്ളൂ. എന്നാൽ ഇവിടെയൊക്കെയും ഒത്തിരി പേര് എന്നെക്കാട്ടിലും ബെറ്റർ ആയിട്ടുള്ള സിറ്റുവേഷനാണ്. കാരണം സ്പൈൻ ഇഞ്ചുറിയിൽ എന്തോരം മേലോട്ട് പോവോ അത്രയും കൂടുതൽ ഡിസബിലിറ്റിയാണ്. ഓ ശരി. താഴെ ലംബർ എലിയാലാണെങ്കിൽ കാല് മാത്രമേ പോകത്തുള്ളൂ. പക്ഷേ നെക്കിൽ സംഭവിച്ചാൽ മൊത്തം പോവും. അപ്പോൾ അതനുസരിച്ചിട്ട് പല സ്റ്റേജിലുള്ള പേഷ്യൻസിനെ കണ്ടു. എനിക്ക് എല്ലാ സ്ഥലങ്ങളിലും മറ്റുള്ളവരെ ആശ്വസിപ്പിക്കാൻ പറ്റിയിട്ടുണ്ട്. അതൊരു വലിയ ഒരു ധൈര്യം തന്നെയാണ്. അതെ. അതിൻ്റെ അടിസ്ഥാന കാരണം നമുക്കുണ്ടായ ഒരു ബേസാണ്. ബേസിക്കായിട്ട് നമുക്ക് കിട്ടിയ വേദോപദേശങ്ങളുടെ ഒരു കരുത്തായിരിക്കാം. അതുമാണ് പിന്നെ കർത്താവുമായിട്ടുള്ള ബന്ധം. ഞാൻ ശ്രദ്ധിച്ചത് ഈ സംസാരത്തിൻ്റെ തുടക്കം മുതൽ ഞാൻ ശ്രദ്ധിച്ചൊരു കാര്യമുണ്ട്. അപ്പം ഒരുപക്ഷെ ചെറുപ്പകാലങ്ങളിലും അതിനുശേഷം യൗവനപ്രായമായപ്പോഴും പിന്നീടുള്ള കാലങ്ങൾക്ക് എല്ലാ ചരിത്രവും പറഞ്ഞപ്പോൾ ഞാൻ ശ്രദ്ധിച്ചൊരു വാക്ക്. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ദൈവം എന്നോട് പറഞ്ഞു. ഞാൻ തിരിച്ചു ചോദിച്ചു, ദൈവം എന്നോട് ഇങ്ങനെ പറഞ്ഞു. എനിക്കൊന്നും മിണ്ടാൻ പറ്റിയില്ല. അപ്പോൾ ചുരുക്കം പറഞ്ഞാൽ ദൈവമായിട്ട് നേരിട്ട് സംസാരിക്കുന്ന അനുഭവം ഉണ്ടായിരുന്നല്ലേ? അതായിരിക്കാം പിന്നീട് ഉള്ള കാലഘട്ടങ്ങളിലെല്ലാം ധൈര്യപ്പെടുത്തിയത്. ആ റിലേഷൻഷിപ്പ് വലുതാണ്. അതെ. എനിക്ക് ചില കാര്യങ്ങൾ അറിയാം എൻ്റെ ദൈവത്തെക്കുറിച്ച്. നമ്പർ 1, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ട്, ഒരു സംശയമില്ല. അവൻ എന്നെ കരുതുന്നുണ്ട്. അത് ഞാൻ എൻ്റെ ജീവിതത്തിൽ മുഴുവനായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നതാണ്. ഇന്നും അവൻ കരുതുന്നോണ്ടല്ലേ പാസ്റ്റർ ഇന്ന് ഇൻ്റർവ്യൂ എടുക്കാൻ വന്നേ? തീർച്ചയായിട്ടും ഇതും അവൻ്റെ പദ്ധതിയല്ലേ? തീർച്ചയായിട്ടും അവൻ്റെ പദ്ധതിയാണ്, ദൈവത്തിൻ്റെ പദ്ധതി. അപ്പോൾ ഇതൊക്കെയും ഞാൻ കാണുമ്പോഴും അത് പിന്നെയും ഉറയ്ക്കുന്നത് ദൈവത്തിൻ്റെ സ്നേഹമാണ്. ഞാനൊന്നുമല്ല, അതെ, ഞാനൊരു സാധാരണ മനുഷ്യനാണ്. അതെ. പക്ഷേ ഇപ്പം പലരും അത് കേൾക്കുകയും സാക്ഷ്യം കേൾക്കുകയും ചെയ്യുന്നതിൻ്റെ പിമ്പിലുള്ള കാരണം എന്നെ ശക്തനാക്കുന്ന ദൈവമാണ്. അതെ, അതെല്ലാം അവൻ്റെ കൃപയാണ്. പക്ഷെ ഞാൻ വളരെ അഭിമാനം കൊള്ളുകയാണ്. കാരണം ഇത്രയും സിറ്റുവേഷനിലൂടെ കടന്നു പോകുന്നൊരു വ്യക്തിക്ക് ഇങ്ങനെയൊക്കെ പറയാൻ കഴിയുക എന്നുള്ളത് ദൈവത്തിൻ്റെ സ്നേഹം, ദൈവം എപ്പോഴും കൂടെ ഇരുന്ന് ആശ്വസിപ്പിക്കുകയും ദൈവം എപ്പോഴും ചേർത്ത് പിടിക്കുകയും ചെയ്തൊരു വ്യക്തിക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ.
അപ്പോൾ ആദ്യത്തെ കാര്യം, ദൈവം എന്നെ സ്നേഹിക്കുന്നുണ്ടുള്ള ഉറപ്പുണ്ട്. രണ്ടാമത്തെ കാര്യം, കർത്താവിന് തെറ്റ് പറ്റാറില്ല. ഇല്ല. കർത്താവിന് നിർണയങ്ങൾ നിശ്ചയങ്ങളും കൃത്യമാണ്. അതുകൊണ്ട് തന്നെ കർത്താവിന് തെറ്റ് പറ്റാറില്ല. മൂന്നാമത്തെ കാര്യം, എനിക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കണമെങ്കിൽ രണ്ട് കാരണം അമ്മയിൽ. ഒന്ന്, അവൻ എന്നെ ഉള്ളം കയ്യിൽ വഹിച്ചിരിക്കുക. എനിക്കിങ്ങനെ സംഭവിക്കാൻ കാരണം എന്ന് പറഞ്ഞാൽ, ഒന്ന്, ഞാൻ ആ ഉള്ളം കയ്യിൽ നിന്ന് ഇറങ്ങിപ്പോയെങ്കിൽ എനിക്ക് സംഭവിക്കാം. അതെ. ആ സെക്യൂരിറ്റിയിൽ നിന്ന് ഞാൻ തന്നെ മാറിപ്പോയാൽ എനിക്ക് സംഭവിക്കാം. രണ്ടാമത്, കർത്താവ് അനുവദിച്ചു കൊടുക്കുകയാണെങ്കിൽ, ആ കൈ ഒന്ന് തുറന്നു വിടുകയാണെങ്കിൽ സംഭവിക്കാം. തീർച്ചയായിട്ടും. എനിക്ക് ആദ്യത്തെ കാര്യത്തെക്കുറിച്ച് ചിന്തിച്ചാൽ മതി, ഞാൻ ഇറങ്ങിപ്പോയോ ഇല്ലയോ എന്ന്. മറ്റും സംരക്ഷണം ഉണ്ടോ ഇല്ലയോ ചിന്തിക്കേണ്ട ആവശ്യമില്ല. കാരണം എപ്പോഴും മറ്റത് കർത്താവ് അത് തുറന്നു കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ഹെഡേക്ക് കർത്താവിൻ്റെയാണ്. അതിൻ്റെ പിമ്പിൽ കർത്താവിനൊരു ഉദ്ദേശമുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് ഞാൻ ചിന്തിക്കുന്നില്ല. ഐ ട്രസ്റ്റ് ഹിം. ഹിസ് ഡിസിഷൻസ് ആർ ദ ബെസ്റ്റ്. ഹി ഈസ് ഓൾവേസ് ബെസ്റ്റ്. ഹിസ് ഡിസിഷൻസ് ആർ ദ ബെസ്റ്റ്. അതിൽ ഒരു സംശയമില്ല. നമ്മുടെ ഓരോരുത്തരുടെ ജീവിതത്തിൽ നമുക്ക് കർത്താവുമായിട്ടുള്ള ബന്ധമുണ്ട് എങ്കിൽ ജീവിതത്തിൽ എന്തും തന്നെ വന്നോട്ടെ, നമുക്ക് വിഷമിക്കുകയോ പ്രയാസപ്പെടുകയോ ചെയ്യേണ്ട ആവശ്യമില്ല. ഇല്ല. പിന്നീട് നമ്മൾ ഈ അവിടെ നിന്ന് കോയമ്പത്തൂരിൽ വന്നു പോകുന്നു. ഇത് ഇങ്ങനെ ഒരു അവസ്ഥയിലേക്ക് പിന്നീട് ഒരു വർഷമായിട്ട് ഇങ്ങനെ ഈ അവസ്ഥയിലേക്ക് മാറ്റമുണ്ടായി അല്ലേ? നല്ല മാറ്റമുണ്ടായി. ഞാൻ ഡിസംബറിലാണ് വീട്ടിൽ വരുന്നത്. അപ്പോൾ ജൂൺ ജൂലൈയിലാണ് വൈഫ് ഇങ്ങോട്ട് വരുന്നത്. 1919 മമ്മി വരുന്നത് ഓഗസ്റ്റിൽ, ഞാൻ ഡിസംബറിൽ. അങ്ങനെയാണ് പിന്നെയും കുടുംബം ഒന്നിച്ചാകുന്നത്. പക്ഷേ നമുക്ക് ദേവദാസിയെക്കുറിച്ച് ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരുപക്ഷെ നമ്മളിൽ നിന്നും ഇന്ന് കർത്താവിൻ്റെ സന്നിധിയിൽ വിശ്രമിക്കുന്നു. ദേവദാസ് നല്ലതായിട്ട് പാട്ട് പാടുന്ന ആളായിരുന്നു അല്ലേ? അതെ. കർത്താവരദാസൻ ബാബുച്ചെറിയാനും തൻ്റെ സഹധർമ്മിണിയും ഞങ്ങൾ ചില ആഴ്ചകൾക്ക് മുമ്പ് കർത്താവരദാസൻ്റെ ഒരു ഇൻ്റർവ്യൂ നമ്മൾ ചെയ്തിരുന്നു, ജീവിതം പറയുന്നു. അദ്ദേഹം അന്നേരം പറഞ്ഞു രണ്ടുപേരും. അതിനുശേഷം ഞാനും സനം ടി വി ആണ് ഇത് ലൈവ് ചെയ്യുന്നത്. അദ്ദേഹം ഇതിൻ്റെ സനം ടി വിയുടെ ബ്രദർ റോയിച്ചൻ ആണ് ഇത് റെക്കോർഡ് ചെയ്യുന്നത്. ഞങ്ങൾ രണ്ടുപേരും ഭക്ഷണം കഴിക്കാതിരിക്കുമ്പോഴും സാധാരണ സംസാരിച്ചപ്പോഴും ഞങ്ങൾ ധാരാളം സമയം നിങ്ങളെക്കുറിച്ച് പറഞ്ഞു, രണ്ടുപേരെയും കുറിച്ച്. അപ്പം അവർ രണ്ടുപേരും അഭിമാനത്തോടു കൂടിയാണ് പറഞ്ഞത്. ഞാനാണ് അവർ രണ്ടുപേരെയും പ്രാർത്ഥിച്ച് അവർക്ക് ഈ കണ്ടീഷൻ എല്ലാം പറഞ്ഞിട്ട് പറഞ്ഞു അവർക്ക് അങ്ങോട്ട് കൽക്കട്ടയ്ക്ക് പോകാൻ വേണ്ടി പ്രാർത്ഥിച്ച് ഞാൻ വിടുന്നു. അത്രയ്ക്ക് ധൈര്യമായിരുന്നു എന്ന് പറഞ്ഞു. കാരണം കർത്താവിൻ്റെ ദാസിയെക്കുറിച്ച് പറയുമ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷവും രണ്ടുപേരെക്കുറിച്ച് പറയുമ്പോൾ അഭിമാനവും ആണ് ഉള്ളത്. കാരണം ഈ പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും പ്രത്യാശ നഷ്ടപ്പെടാതെ, ദൈവത്തെ തള്ളിപ്പറയാതെ കർത്താവിന് വേണ്ടി നിന്ന ഒരു വ്യക്തികളുടെ നിലയിൽ അവരെപ്പോഴും അഭിമാനത്തോടെ പറഞ്ഞിരുന്നു. കർത്താവിൻ്റെ ദാസൻ നല്ലവരെ പാട്ട് പാടുമായിരുന്നല്ലേ? നല്ലവരെ പാട്ട് പാടുമായിരുന്നു. അത് അങ്ങനെ ആ രോഗത്തിൻ്റെ മൂർധന്യാവസ്ഥയിലൊരു ഗാനമാണല്ലോ ഇപ്പോൾ എല്ലാവരും ഷെയർ ചെയ്യുകയും കേൾക്കുകയും ചെയ്യുന്നത് അല്ലേ? അതിനുശേഷം ഇവിടെ വന്ന ശേഷം ആരോഗ്യം എങ്ങനെ ഉണ്ടായിരുന്നു? ഇവിടെ നാട്ടിലേക്ക് വന്ന ശേഷം ഈ ഇടയ്ക്കാണ് പെട്ടെന്ന് ആരോഗ്യമൊക്കെ കുറഞ്ഞ ഫ്ലൂയിഡൊക്കെ വരാൻ തുടങ്ങിയ പിന്നെയാണ് ഡോക്ടർമാർ പറഞ്ഞത് 6 മാസമാണ്. 6 മാസമാണ്. പക്ഷേ എത്ര മാസം ജീവിച്ചു പിന്നീട്? ജൂൺ 2018 കണ്ടുപിടിച്ചത്. ഇപ്പോൾ 2.5 വർഷത്തോളം ജീവിച്ചു. ദൈവം ആയുസ് നൽകി. 24 കീമോ ചെയ്തു. 24 കീമോ. അത് ശരി. ഞാൻ ഇത് ഇങ്ങനെ ഈ അനുഭവങ്ങൾ കേൾക്കുമ്പം ഞാൻ എന്നെത്തന്നെ ഒന്ന് ഓർക്കുകയായിരുന്നു. ഇത് കേൾക്കാൻ നിങ്ങളും ഒക്കെ ഓർക്കേണ്ടതായിട്ടുണ്ട്. ഒരു കുടുംബത്തിൽ ഭാര്യയ്ക്കും ഭർത്താവിനും രണ്ടുപേർക്കും പരസ്പരം ആശ്വസിപ്പിക്കേണ്ട ആളുകൾ, പരസ്പരം ജീവിതം പങ്കുവെക്കുകയും പരസ്പരം ആശ്വാസം പറയേണ്ട ആളുകൾക്ക് രണ്ടുപേർക്കും ഇത്തരത്തിലുള്ള അവസ്ഥയിലൂടെ കടന്നു പോവുക. 24 കീമോ ചെയ്ത് 6 മാസം മാത്രമേ ജീവിക്കൂ എന്ന് പറഞ്ഞ ആൾ പിന്നീട് 2.5 വർഷമാണ് കർത്താവ് ആയുസ് നീട്ടിക്കൊടുത്തത്. ഇത് വലിയ അനുഭവമാണ്. നമുക്കാർക്കും മറക്കാൻ കഴിയാത്ത, നമുക്കാർക്കും ഉൾക്കൊള്ളാൻ കഴിയാത്ത നിലയിലാണ് ഇവരുടെ ജീവിതത്തിൻ്റെ അനുഭവങ്ങൾ കടന്നു പോകുന്നത്. പ്രിയമുള്ളവരെ, ഇതിൻ്റെ എല്ലാം പിന്നിൽ ഒരു ദൈവ ഉദ്ദേശമുണ്ട് എന്ന് കൃത്യമായി ബോധ്യമുള്ളത് കൊണ്ടാണ് ജീവിതത്തിൻ്റെ അവസാനം വരെയും ഇവർ ഇന്നും
ഈ അവസ്ഥയിലും ദൈവത്തെ തള്ളിപ്പറയാതെ ദൈവസ്നേഹമാണ് ഏറ്റവും വലുത്, ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന് പറയാനുള്ള ആർജവമുണ്ടായത് ഈ പ്രത്യേക അനുഭവത്തിലും അവർക്ക് സ്വായത്തമാക്കിയതുകൊണ്ടാണ്. ഈ സാക്ഷ്യവും ഈ അനുഭവങ്ങളൊക്കെ കേൾക്കുന്ന നിങ്ങൾ ഈ ജീവിതം പറയുമ്പോൾ അന്നേ പ്രോഗ്രാമിലൂടെ നിങ്ങളിത് കേൾക്കുമ്പോൾ നിങ്ങൾക്കും പറയാൻ ധൈര്യപ്പെടാൻ ഇടയായി തീരട്ടെ. നിസ്സാര കാര്യങ്ങളിൽ വേദനപ്പെടുന്നെങ്കിൽ, നിരാശപ്പെടുന്നെങ്കിൽ, എല്ലാം നഷ്ടപ്പെട്ടു പോയി, ആരും എന്നെ കാണുന്നില്ല, ഞങ്ങളെ പരിഗണിക്കുന്നില്ല, ഈ വേദനയിൽ ആരും ആശ്വസിപ്പിക്കാനില്ല, ആരെങ്കിലുമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് ചിന്തിക്കുന്നെങ്കിൽ ഓർക്കുക, നിങ്ങളോടൊപ്പം ലോകത്തിലെ ആരുമില്ലെങ്കിൽ പരസ്പരം ആശ്വസിപ്പിക്കും എന്ന് ചിന്തിക്കുന്നവർ പോലും മാറിപ്പോകുമ്പോൾ നിങ്ങളുടെ ചാരെ നിൽക്കാൻ ഒരാൾ മാത്രമേ ഉള്ളൂ. അതാണ് കർത്താവരദാസൻ ജോജു അവറുകൾ നിങ്ങൾക്ക് വേണ്ടി പങ്കുവച്ച സാക്ഷ്യത്തിലൂടെ പല പ്രാവശ്യം പറഞ്ഞ എന്നെ സ്നേഹിക്കുന്ന യേശു എന്ന് കർത്താവരദാസൻ പറഞ്ഞ സാക്ഷാൽ ശ്രീ യേശു ക്രിസ്തു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ സംഭാഷണത്തിൻ്റെ ഏറ്റവും അവസാന നിമിഷത്തിലേക്ക് എത്തുകയാണ്. നമ്മൾ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞാലും ഇത് തീരുകയില്ല. കർത്താവരദാസി ജീവിതത്തിൽ അവസാനമായി എന്തെങ്കിലും നിങ്ങൾ പരസ്പരം സംസാരിച്ചപ്പോഴൊക്കെ ഈ അവസ്ഥയെക്കുറിച്ചൊക്കെ ഓർത്ത് നിങ്ങൾ പരസ്പരം നിരാശപ്പെട്ടിട്ടുണ്ടോ? കാരണം ചിതറിപ്പോയൊരു കുടുംബം അങ്ങനെ എന്തെങ്കിലുമൊക്കെ വാക്കുകൊണ്ടോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ പറഞ്ഞിട്ടുണ്ടോ പരസ്പരം? ഇല്ല, നിരാശപ്പെട്ടിട്ടില്ല. ഇല്ല. എന്നാൽ വിഷമിച്ചിട്ടുണ്ട്. ഉണ്ടാവും. നിരാശപ്പെട്ടിട്ടില്ല. എപ്പോഴും ഒരു പ്രത്യാശയുണ്ടായിരുന്നു. തീർച്ചയായിട്ടും ഉറപ്പുണ്ടായിരുന്നു. കർത്താവരദാസിയെക്കുറിച്ച് ഓർക്കുമ്പോൾ കർത്താവരദാസന് പറയാൻ പറ്റുന്ന മഹത്തരമായ നല്ല ഓർമ്മകൾ എന്തൊക്കെയാണ്? എൻ്റെ ഭാര്യ, ഞാൻ അന്ന് പറഞ്ഞ പോലെ ഇറ്റ് വാസ് എ ഗ്രേറ്റർ ഹാഫ്. കർത്താവ് കഴിഞ്ഞ അടുത്ത ആൾ എൻ്റെ ഭാര്യയായിരുന്നു, എൻ്റെ ബലമായിരുന്നു. എന്നെ കോംപ്ലിമെൻ്റ് ചെയ്തുകൊണ്ടിരുന്നു. എൻ്റെ കുടുംബം ഒരു അനുഗ്രഹമാക്കിയെടുത്തത് എൻ്റെ വൈഫായിരുന്നു. മിനിസ്ട്രിക്ക് കോളിംഗ് ഇല്ലായിരുന്നെങ്കിൽ ഞാൻ ഓർക്കുന്നു, ഇവിടുന്ന് ഞങ്ങൾ യാത്ര ചെയ്ത് ഫാമിലിയെ കൊണ്ട് ചെന്ന അന്ന് കൽക്കട്ടയിൽ ചെന്ന വീട്ടിൽ കയറിയിട്ട് അവിടുത്തെ ആ ചൂടും ഇതുമെല്ലാം, ഫർണിച്ചറും ഇല്ല, ഒന്നുമില്ല, ഒരു ചെറിയ റൂമിനകത്ത് കയറി പുള്ളിക്കാരി എങ്ങനെ വിഷമിച്ചു. അത് ട്രെയിനിൽ ചെന്ന് ഇറങ്ങുമ്പോഴത്തേന് പിള്ളേർക്കും പനിയായി. ആ പനിയോടെയാണ് കൊണ്ട് കയറ്റുന്നത്. വൈഫ് ചിന്തിച്ചു പോയി, ഓടിപ്പോണമെന്ന്, തിരിച്ചോടണം. പക്ഷേ ആ സ്ഥാനത്തുനിന്ന് അവസാനം വൈഫ് പറഞ്ഞു, കൽക്കട്ട ജീവിതമായിരുന്നു ഏറ്റവും ബെസ്റ്റ് എന്ന്. കാരണം അനേക മക്കളെ ജനിപ്പിക്കാൻ പറ്റി. പിന്നെ എനിക്കൊരു വലിയ ബലമായിരുന്നു. എനിക്കില്ലാത്ത പല ഗുണങ്ങൾ വൈഫിനുണ്ടായിരുന്നു. ഇത് രണ്ടും കൂടെ ചേരുമ്പോഴത്തേന് ഒരു കംപ്ലീറ്റ് കുടുംബമാവും. ഇപ്പം ഇനി ഞാൻ ചിന്തിക്കുന്നത്, എനിക്ക് ആ റോള് പലതുമൊക്കെ പഠിക്കുകയും ഏറ്റെടുക്കുകയും ചെയ്യണമെന്ന്. കാരണം എനിക്കങ്ങനെ ആ റോള് അങ്ങ് വിട്ടുകൊടുത്തതായിരുന്നു. മനസ്സിലായി. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനായിരുന്നു. ഞാൻ എല്ലാ ദിവസവും പുറത്താണെങ്കിലും 2-3 പ്രാവശ്യം വിളിക്കുകയും ആ ശബ്ദം കേൾക്കാനായിട്ടുള്ള ഇതുകൊണ്ട് സംസാരിച്ചിട്ടില്ല എങ്കിൽ ഒരു വിഷമമാണ്. പാട്ടൊക്കെ പാടുമായിരുന്നു അങ്ങനെ വിളിക്കുമ്പോഴൊക്കെ? വിളിക്കുമ്പോൾ പാട്ട് അങ്ങനെ പാടില്ല. എന്നാൽ ചർച്ചിലും അവിടെ എല്ലാം പുള്ളിക്കാരി പാട്ട് പാടും. കൊയർ ലീഡറായിരുന്നു. അവിടുത്തെ ബംഗാളിലെ തെരുവുകളിലൊക്കെ പാട്ടുകൾ പാടിയിട്ടുണ്ട്. ഞാൻ ഈ ബംഗാളി പാട്ടുമൊക്കെ ട്രാൻസ്ലേറ്റ് ചെയ്ത് അത് ബംഗാളി, ഹിന്ദി, മലയാളം എല്ലാ പാട്ടുകളും പുള്ളിക്കാരി അവിടെ പാടുമായിരുന്നു. കർത്താവരദാസൻ്റെ ദാസിയും അതോടൊപ്പം തന്നെ ബാബുശ്ശേരി പാസ്റ്ററുടെ വൈഫും ഒക്കെ ഒരു നല്ല ഗായിക, അവർ ഒരു നല്ലപോലെ പാട്ട് പാടാൻ അറിയാവുന്ന ആളുകളായിരുന്നു അല്ലേ? അതൊക്കെ ശുശ്രൂഷകർക്ക് വളരെ രണ്ടുപേർക്കും അത് വലിയ അനുഗ്രഹം. കർത്താവരദാസൻ ബാബുശ്ശേരി പാസ്റ്റർ എഴുതുന്ന പല പാട്ടുകളും അവർ ഞങ്ങൾ സംസാരിച്ച് അവരെന്ത് പാടുകയും പിന്നീട് അനേകർക്കത് പ്രയോജനമായി തീരുകയും ചെയ്തു. കർത്താവരദാസനും ദാസിയും കൂടെ പാടിയ ഒരു പാട്ട് ഇപ്പം വളരെ യൂട്യൂബിൽ വളരെ വൈറലാണ്. എല്ലാവരും പാടുന്ന ഒരു ആശ്വസിക്കുന്നൊരു ഗാനമാണ്. ജീവിതത്തിൽ ഇത്രയും അധികം സിറ്റുവേഷനിലൂടെ ഇങ്ങനെ കടന്നുപോയി. കഴിഞ്ഞ 20-ാം തീയതി അല്ലേ, കഴിഞ്ഞ ഒക്ടോബർ 20-ാം തീയതി താൻ ലോകത്തുനിന്ന് മാറ്റപ്പെട്ടു. അതിനു മുമ്പുള്ള സമയം അല്പ ദിവസം മുമ്പ് അല്പമായി ശാരീരിക ക്ലേശമൊക്കെ ഉണ്ടായി അല്ലേ? 24-ാം തീയതി ഫ്യൂണറലും കഴിഞ്ഞു. ഇപ്പം നമ്മൾ ആ ഓർമ്മകളൊക്കെ നന്നായി ഓർത്തെടുക്കുകയായിരുന്നു. ഇന്ന് കർത്താവരദാസ് പാടിയ പാട്ടുകളും
ഇന്ന് ഒട്ടനവധി ആളുകൾക്ക് ഒരു ആശ്വാസമാണ്. നിശ്ചയമായിട്ടും നമ്മോടൊപ്പം ഒരു സുവിശേഷ വേലയ്ക്ക് ഒരു താല്പര്യമില്ല എന്ന് പറഞ്ഞ്, ഒരു പാസ്റ്റർ വിവാഹം ചെയ്യണ്ട എന്ന് പറഞ്ഞ് തീരുമാനമെടുത്ത വ്യക്തി പിന്നീട് ICPFൻ്റെ സജീവ പ്രവർത്തകയായി, IPCയുടെ ശുശ്രൂഷകനായി, അല്ലെങ്കിൽ ഒരു വലിയ ശുശ്രൂഷ പാരമ്പര്യം, ഒരു വലിയ ബേർഡൻ, ഒരു ഭാരം ഏറ്റെടുത്ത് അനേകരെ മുമ്പേ പറഞ്ഞ പോലെ ക്രിസ്തുവിൽ ജനിപ്പിക്കുവാനും കർത്താവിന് വേണ്ടി ആയുസിൻ്റെ ഏറ്റവും അവസാന നിമിഷം വരെ ഓടുവാനും പിറുപിറുപ്പില്ലാതെ ഓടുവാനും ഇടയായിത്തീർന്നു. നിശ്ചയമായിട്ടും നിങ്ങൾ യോജിച്ചത് കർത്താവ് തന്നെ യോജിപ്പിച്ചതാണ്. അതെ അല്ലേ? തീർച്ചയായിട്ടും മുമ്പേ പറഞ്ഞ പോലെ ഒരു വ്യക്തിയുടെ ജീവിതത്തെ സംബന്ധിച്ച് ഒരു നല്ല സാക്ഷ്യം, നമ്മൾ ഒരു മഹാൻ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്, ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ മഹത്വം അറിയുമെന്ന്. അവരുടെയൊക്കെ ആബ്സെൻസിലാണ് നമ്മൾ അവരുടെയൊക്കെ വില തിരിച്ചറിയപ്പെടുന്നത്. നിശ്ചയമായിട്ടും കർത്താവരദാസിയുടെ നല്ല പ്രവർത്തനങ്ങൾ നമ്മൾ നന്ദിയോടുകൂടി ഓർക്കുകയാണ്. നമ്മുടെ ഈ ഇൻ്റർവ്യൂ, ഈ സംസാരം നമ്മൾ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. കർത്താവരദാസിന് പ്രേക്ഷകരോട് പങ്കുവയ്ക്കാൻ കഴിയുന്ന ഒരു സന്ദേശം എന്താണ്? അതിനുശേഷം ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ച് നമുക്ക് അവസാനിപ്പിക്കാം. ദൈവമക്കളെ, നമ്മൾ ഈ ലോകത്ത് താമസിക്കുമ്പോൾ നമുക്ക് പ്രശ്നങ്ങൾ ഏത് നിമിഷവും വരത്തില്ല എന്ന് പറയാൻ ഒക്കില്ല. കാരണം ലോകത്തിൻ്റെ അവസ്ഥ ആ രീതിയിലാണ്. എന്നാൽ ഈ വരുന്നതിന് മുമ്പ് തന്നെ നമ്മുടെ റിലേഷൻഷിപ്പ് കർത്താവുമായിട്ട് സോളിഡാക്കണം. കാരണം നമ്മൾ എപ്പോഴും എന്തെങ്കിലും രോഗം വന്നാലും നമ്മളെ ആശ്വസിപ്പിക്കുന്ന സൗഖ്യമാകും ഒരു ഹോപ്പ് കൊടുക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത്. എന്നാൽ ഞങ്ങൾ കടന്നുപോയ സിറ്റുവേഷനിൽ ഹോപ്പിനപ്പുറം പോയി, ഒരു ഹോപ്പില്ലാത്ത സിറ്റുവേഷനിൽ പോയി. ആ സമയത്ത് എന്തു ചെയ്യും? എന്തിനെ മുറുകെ പിടിക്കും? ഹോപ്പില്ലാത്ത സ്ഥാനത്ത് എന്തിനെ മുറുകെ പിടിക്കും? കർത്താവിനെയാണ് മുറുകെ പിടിക്കേണ്ടത്. എനിക്ക് എന്നെ കാണുന്ന പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ കഷ്ടതയും പ്രയാസവും ഈ ലോകത്തിൽ വസിക്കുമ്പോൾ, ഈ ശരീരത്തിൽ വസിക്കുമ്പോൾ ഇതൊക്കെയും വരാനുള്ള സാധ്യതകളുണ്ട്. എന്നാൽ കർത്താവുമായിട്ടുള്ള നല്ല ഒരു ബന്ധം നമുക്കുണ്ട് എങ്കിൽ ഇതിൻ്റെ മധ്യേലും അവൻ നമ്മളെ താങ്ങി നടത്തും, അവൻ്റെ കൃപ നൽകും. എഴുതിയിരിക്കുന്ന വചനങ്ങളൊന്നും വെറുതെ അല്ല, അതൊക്കെ സത്യം തന്നെയാണ്. എനിക്ക് എൻ്റെ അനുഭവത്തിൽ ഇതിൻ്റെ സത്യതയൊക്കെ മനസ്സിലാക്കുവാനായിട്ടുള്ളൊരു അവസരം കൂടെയായിരുന്നു ഈ അനുഭവങ്ങളൊക്കെയും. ഈ കർത്താവുമായിട്ടുള്ള നിങ്ങളുടെ ബന്ധം, ഈ ബന്ധമെന്ന് പറയുമ്പോൾ പല ബന്ധങ്ങളുടെ ആഴങ്ങൾക്ക് വ്യത്യാസമുണ്ട്. ഈ കർത്താവുമായിട്ടുള്ള ബന്ധത്തിൽ നിങ്ങൾക്ക് അതിൻ്റെ ആഴം അത് വർദ്ധിപ്പിക്കുക, ആഴമേറിയ ബന്ധമെടുക്കുക. ഈ കർത്താവ് നിങ്ങളെ താങ്ങും നടത്തും. ഈ ലോകത്തിൽ മാത്രമല്ല, നിത്യത വരെ നിങ്ങൾക്ക് കരുതുന്ന കർത്താവാണ്, സ്നേഹിക്കുന്ന കർത്താവാണ്. അവൻ്റെ പ്ലാനും പദ്ധതിയും നിങ്ങളെപ്പറ്റി ഒരിക്കലും തെറ്റുകയില്ല. ജസ്റ്റ് ട്രസ്റ്റ് ഹിം, ഹി വിൽ ടേക്ക് യു. വളരെ സന്തോഷം. ഇപ്പോൾ അമ്മച്ചി കൂടെ ഉണ്ടല്ലേ? ഉണ്ട്, അമ്മച്ചിയുണ്ട്. പേര് ചിത്തമ്മ ജോയ്. ചിത്തമ്മ ജോയ്. ഇപ്പോൾ എത്ര വയസ്സായി? 87. മക്കളുടെ കാര്യം കൂടി പറയും. മോന് ഈ വർഷം BTech കംപ്ലീറ്റ് ചെയ്തു. BTech കംപ്ലീറ്റ് ചെയ്ത് ഒരു ജോലി കിട്ടിയിട്ടുണ്ട്. മോൻ്റെ പേര്? ജെറമായ ജോയ് ജോസഫ്. അപ്പോൾ മോന് മേലെ ഇവിടെ വർക്ക് ഫ്രം ഹോമാണ്. ഓക്കെ. മോള് ഇപ്പോൾ രാജഗിരി കോളേജിൽ സെക്കൻഡ് ഇയർ BTech ചെയ്തുകൊണ്ടിരിക്കുന്നു. മോളുടെ പേര്? ഗ്ലോറിയ ജോസഫ്. ഇവരുടെയൊക്കെ അനുഭവങ്ങളും ഇവരുടെയൊക്കെ വാക്കുകളും ഒട്ടനവധി ആളുകൾക്ക് പ്രചോദനമാണ് ഈ കാലഘട്ടങ്ങളിൽ. കാരണം ഫുണൽ സമയത്തും അല്ലാതെയൊക്കെ അവർ കുടുംബമായി നിങ്ങൾ കടന്നുപോയ ഓരോ സിറ്റുവേഷനെ സംബന്ധിച്ച് അവർ പറഞ്ഞിട്ടുള്ള വാക്കുകളൊക്കെ ഒരു വലിയ ചാലകശക്തിയാണ് മറ്റുള്ളവർക്ക് ക്രിസ്തുവിൽ വിശ്വാസത്തിൽ ഉറയ്ക്കുവാനും ധൈര്യപ്പെടുവാനുമൊക്കെ. ഈ പ്രത്യേക ഘട്ടത്തിൽ, പ്രത്യേകിച്ച് 2018 മുതൽ ഒരു 12 സ്റ്റേറ്റിൽ ഓടി നടന്ന കർത്താവിൻ്റെ വേല ചെയ്ത ഒരു വ്യക്തി, അനേക യുവജനങ്ങളെ, അനേക തദ്ദേശീയരായിരിക്കുന്ന ഉത്തരേന്ത്യൻ വ്യക്തികളെ
കർത്താവിന് വേണ്ടി നേടിയ ശക്തനായ ഒരു സുവിശേഷ പ്രവർത്തകൻ, പ്രേക്ഷിത പ്രവർത്തകൻ, ഒപ്പം ഒരു നല്ല വേദാധ്യാപകനായി ജീവിതത്തിൽ നല്ല ഭാഗവും കർത്താവിന് വേണ്ടി ഉത്തരേന്ത്യയിൽ ചെലവഴിച്ച് പിന്നീട് ഒരു വലിയ ദുരന്തമെന്ന് ഞാൻ വാക്ക് ഉപയോഗിക്കുന്നതിന് ക്ഷമിക്കണം, ഒരു മാനുഷികമായിട്ടാണെങ്കിൽ അത്തരത്തിലുള്ള സിറ്റുവേഷനിലൂടെ 2018 മുതൽ കടന്നു പോവുകയാണ്. ഇന്നും ആരെങ്കിലുമൊക്കെ സഹായം ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ കാര്യങ്ങൾ നടക്കുകയുള്ളൂ, അല്ലേ? അതെ. കൂടെ ഒപ്പം ജീവിതാവസാനം വരെയും ഉണ്ടാകുമെന്ന് നമ്മൾ പ്രതീക്ഷിച്ച സഹധർമ്മിണി സിസ്റ്റർ വിജി ഇന്ന് ഇമ്പങ്ങളുടെ പർദീസയിലേക്ക് വാങ്ങിപ്പോയി. നല്ല ഓർമ്മകളാണ് സമ്മാനിച്ചിട്ടുള്ളത്. നിങ്ങളുടെ ജീവിതം മറ്റുള്ളവർക്ക് മാതൃകയായിരുന്നു. അനേകരെ കർത്താവിന് വേണ്ടി നേടാൻ പരസ്പരം കൈകോട് കൈ ചേർത്ത് പിടിച്ച് കർത്താവിന് വേണ്ടി അധ്വാനിപ്പാൻ ഇടയായിത്തീർന്നു. വാക്കുകളെല്ലാം തന്നെ പ്രതീക്ഷയുടെയും പ്രത്യാശയുടെയും വാക്കുകളാണ്. നിരാശയില്ല. ജീവിതത്തിൽ ഒരിക്കൽ പോലും ദൈവത്തെ തള്ളി പറഞ്ഞിട്ടില്ല. ദൈവം എന്നെ സ്നേഹിക്കുന്നു എന്ന അല്ലാതെ ഒരു വാക്ക് പോലും ഇതുവരെയും പറഞ്ഞിട്ടില്ല. ഒരുപക്ഷേ കർത്താവിൻ്റെ ദാസിയുടെ അസാന്നിധ്യത്തിലും ആ നല്ല ഓർമ്മകളും മുൻകാലങ്ങളിൽ നിങ്ങൾ ഒന്നിച്ചു ചെയ്ത ആ പ്രവർത്തനങ്ങളൊക്കെ മുമ്പേ പറഞ്ഞ പോലെ അസാന്നിധ്യത്തിൽ പഠിക്കേണ്ട പല കാര്യങ്ങളും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നു എന്ന് പറഞ്ഞ പോലെ ആ ഓർമ്മകൾ വീണ്ടും മുമ്പോട്ട് നയിക്കട്ടെ. കർത്താവ് ബലപ്പെടുത്തട്ടെ. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നുണ്ട്, അല്ലേ? യെസ്. പുറകോട്ട് നോക്കിയാൽ നിരാശപ്പെടാനൊന്നുമില്ല. കർത്താവ് കൃത്യസമയത്ത് എല്ലാം കൃത്യമായി ചെയ്യുന്നു എന്ന് വാക്കിലൂടെ കേട്ടത് അനേകർക്കൊരു പ്രതീക്ഷയും പ്രത്യാശയുമാണ്. ഈ ജീവിതം പറയുമ്പോൾ ഈ പ്രോഗ്രാമിലൂടെ നമ്മൾ പങ്കുവച്ചത് ഏതെങ്കിലും ഒരു കെട്ടുകഥയോ കാര്യങ്ങളോ ഒന്നുമല്ല, ജീവിതത്തിൽ അനുഭവിച്ച അനുഭവങ്ങളാണ്, അല്ലേ? നിശ്ചയമായിട്ടും ഇത് അനേകർക്ക് പ്രചോദനമായി തീരും. ഗിൽഗാൽ മീഡിയ ദോഹയിലുള്ള ചർച്ച് ഓഫ് ഗോഡ് സഭയുടെ ഒരു മാധ്യമ സംരംഭമാണ്. അവിടെയുള്ള ആളുകളെയൊക്കെ നന്നായി അറിയാവുന്ന ആളുകളാണ്. ലാലു ജേക്കബ്, തൻ്റെ കുടുംബം, അതുപോലെ തന്നെ അവിടെയുള്ള സഭയുടെ ആളുകൾ, ഈ ഗിൽഗാൽ മീഡിയയുടെ എല്ലാ പ്രവർത്തകർ, അവരുടെ എല്ലാം പേരിൽ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ആ ദേവദാസിയുടെ മരണശുശ്രൂഷ സമയത്ത് ഈ മീഡിയയുടെ എല്ലാവിധമായ അനുശോചനമെന്ന് പറയുന്നില്ല, പ്രാർത്ഥനകളും അവരറിയിച്ചിരുന്നു നമ്മുടെ ഈ മീഡിയയിലൂടെ തന്നെ. എങ്കിലും അവരോടെല്ലാം പ്രാർത്ഥന ഉണ്ടാവും. ലോകത്തിലുള്ള സകല ആളുകൾ, ഇത് കാണുന്ന എല്ലാ ആളുകളുടെയും പ്രാർത്ഥനയും അതുപോലെ തന്നെ സപ്പോർട്ടും നമുക്ക് വീണ്ടും ഉണ്ടാകും. കാരണം ഈ ഘട്ടങ്ങളിലെല്ലാം നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഓരോ നിമിഷങ്ങളും ലോകം അറിഞ്ഞുകൊണ്ടിരുന്നതാണ്. കർത്താവദാസൻ ബാവുച്ചെറിയാൻ തൻ്റെ പല ആവർത്തി തൻ്റെ പ്രവർത്തനങ്ങളിലൂടെയും തൻ്റെ ശുശ്രൂഷയിലൂടെയും തൻ്റെ വാക്കിലൂടെയൊക്കെ ലോകത്തെ ഇത് അറിയിച്ചുകൊണ്ടേയിരുന്നു. അവസാനമായി താൻ പറഞ്ഞ വാക്കുകളൊക്കെ ഒരു ഓർമ്മ താൻ പറഞ്ഞല്ലോ, അതൊക്കെ ഏതൊരു വ്യക്തിയും ധൈര്യപ്പെടുത്തുന്നതാണ്. ഇതിന് മുഖാന്തരം ഒരുക്കിയത് കർത്താവദാസൻ ബാവുച്ചെറിയാനാണ്. അതെ. പ്രത്യേകിച്ച് ആ കുടുംബത്തോടും കർത്താവദാസനോടും നന്ദി പറഞ്ഞുകൊണ്ടും എല്ലാവർക്കും ഗിൽഗാൽ മീഡിയയുടെ നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തിക്കൊണ്ട് നമുക്ക് ഈ പ്രോഗ്രാം ഇവിടെ അവസാനിപ്പിക്കാം. ഒരു വാക്ക് പ്രേക്ഷകരായി നന്ദി പറയാം. പ്രാർത്ഥിച്ചിട്ടുള്ളവർക്ക് നന്ദി പറയാനുള്ള അവസരമുണ്ട്. ഞാൻ ആരോടൊക്കെയാണ് നന്ദി പറയേണ്ടതെന്ന് എനിക്കെന്നെ അറിയില്ല. കാരണം അത്ര അധികം ജനങ്ങൾ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും കൈത്താങ്ങൽ നൽകുകയും എൻകറേജ്മെൻറ്റ് വേർഡ്സ് പറയുകയും ചെയ്തു. ഒരു വാക്കിൽ നന്ദി പറഞ്ഞാൽ തീർന്നു പോവില്ല. എന്നാലും ഞാൻ പറയട്ടെ, ജീവിതകാലം മുഴുവനും ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കും. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ, പ്രതിഫലം നൽകട്ടെ, നിങ്ങളുടെ തലമുറ അനുഗ്രഹിക്കട്ടെ എന്നുള്ള പ്രാർത്ഥന ഞങ്ങളുടെ ഡെയിലി പ്രാർത്ഥനയിൽ കാണും. എന്ന് മാത്രമല്ല, നിങ്ങളെ ഇനിയും അനേകർക്ക് ആശ്വാസവും അനുഗ്രഹമാക്കി തീർക്കട്ടെ. താങ്ക് യു വെരി മച്ച്. പാസ്റ്റർ ജോസഫ് ജോജി പാസ്റ്റർക്കും കുടുംബത്തിനും ആയുസ്സും ആരോഗ്യവും ദൈവിക അനുഗ്രഹങ്ങളും ദൈവിക സമാധാനവും ഒപ്പം ലോകമെമ്പാടുമുള്ള എല്ലാ പ്രേക്ഷകരുടെയും എല്ലാ ആളുകളുടെയും എല്ലാ നല്ല മനസ്സുകളുടെയും എല്ലാ വിശ്വാസ സമൂഹത്തിൻ്റെയും പ്രാർത്ഥന ഉണ്ടാകും. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. ഇനി നമുക്ക് ധാരാളം പറയാനുണ്ട്, എങ്കിൽ മറ്റൊരവസരത്തിൽ ആകട്ടെ എന്ന് ഓർപ്പിച്ചുകൊണ്ടും ഈ ജീവിതയാത്ര ഇനി നിരാശയില്ലാതെ ജീവിതത്തിൻ്റെ അവസാനം വരെയും പ്രത്യാശയോടുകൂടി യേശു എന്നെ സ്നേഹിക്കുന്നു എന്ന് വീണ്ടും 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 പറയാൻ ധൈര്യപ്പെടുത്തട്ടെ, കർത്താവിനെ ബലപ്പെടുത്തട്ടെ എന്ന് അറിയിച്ചുകൊണ്ട് ഞാൻ എല്ലാവിധമായിരിക്കുന്ന നന്ദിയും കടപ്പാടും രേഖപ്പെടുത്തുന്നു. ദൈവം ധാരാളമായി അനുഗ്രഹിക്കട്ടെ. പാസ്റ്ററിനോടും ഞാനോടും നന്ദി പറയുന്നു. താങ്ക് യു. നാം ഇതുവരെയും പാസ്റ്റർ ജോസഫ് ജോയിയുടെ അഥവാ ജോജു പാസ്റ്ററുടെയും കുടുംബത്തിൻ്റെയും അവരുടെ ജീവിത അനുഭവങ്ങളിലൂടെ സഞ്ചരിക്കുകയായി.
ജീവിതം പറയുമ്പോൾ ഗിൽഗാൽ മീഡിയ ഇൻ അസോസിയേഷൻ വിത്ത് ഗിൽഗാൽ ചർച്ച് ഓഫ് ഗോഡ് ദോഹ ഖത്തർ. ജീവിതം പറയുമ്പോൾ എന്ന ഈ പ്രോഗ്രാമിലൂടെ നിങ്ങളുമായി പങ്കുവച്ച ഈ ജീവിത അനുഭവങ്ങൾ ഒരു വലിയ പ്രതീക്ഷയുടെ പ്രതീകമാണ്. നിരാശയോടും വേദനയോടും ദുഃഖത്തോടും കൂടി ആരെങ്കിലും ഇരിക്കുന്നെങ്കിൽ, ഞങ്ങളെ കാണുന്നെങ്കിൽ, ഇത് കണ്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് ജീവിതത്തിലൊരു എല്ലാം നഷ്ടബോധമാണ് തോന്നുന്നെങ്കിൽ നിങ്ങളെ സ്നേഹിക്കാൻ ഒരുവനുണ്ട് എന്ന് ഈ കർത്താവ് ദാസൻ്റെ ജീവിതത്തിൻ്റെ എല്ലാ വഴികളിലും ഇതുവരെ നടത്തിയ ജീവിത അനുഭവങ്ങളിലൂടെ, താൻ പങ്കുവച്ച അനുഭവങ്ങളിലൂടെ നിങ്ങൾക്കും പ്രതീക്ഷാനിർഭരമായ ഒരു ജീവിതം നയിക്കാൻ കഴിയും. ഒറ്റ കാരണം മാത്രമേ അതിനുള്ളൂ: യേശു നിങ്ങളെ സ്നേഹിക്കുന്നു. ഈ അനുഭവത്തിലേക്ക് കടന്നു വരുവാൻ ഏവരെയും ഓർപ്പിച്ചുകൊണ്ട് കർത്താവദാസി വിജി ജോസഫ് അവരുടെ ഗാനങ്ങളും സാക്ഷ്യങ്ങളുമൊക്കെ നമ്മൾ യൂട്യൂബിലും മറ്റ് പല മാധ്യമങ്ങളിലും ലഭ്യമാണ്. ആ ഗാനങ്ങൾ, കർത്താവദാസൻ്റെ സാക്ഷ്യമൊക്കെ നമുക്ക് ലഭ്യമാണ്. അതൊക്കെ വീണ്ടും നിങ്ങളെ ധൈര്യപ്പെടുത്തട്ടെ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഏറ്റവും അനുഗ്രഹമായി എന്ന് നിങ്ങൾ വിശ്വസിക്കുന്നു. ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കുമാറാകട്ടെ. അടുത്ത എപ്പിസോഡിൽ ഇതുപോലെ തീവ്രമായ ജീവിതാനുഭവങ്ങളുമായി നമ്മൾ വീണ്ടും സന്ധിക്കും. അതുവരെ നന്ദി.